നമസ്തേ, ജന ഡിബേറ്റിലേക്ക് സ്വാഗതം. അമേരിക്കയിൽ വിവിധ ഘട്ടങ്ങളായി നടന്ന നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ തഹവൂർ ഹുസൈൻ റാണയെ ഭാരതത്തിന്റെ മണ്ണിൽ എത്തിച്ചിരിക്കുകയാണ്. 17 വർഷം മുമ്പ് നടന്ന മുംബൈ ഭീകരാക്രമണം ഭാരതത്തിന്റെ ആത്മാവിനേറ്റ ഉണങ്ങാത്ത മുറിവാണ്. നിസ്സഹായരായ 166 പേർ പിടഞ്ഞു വീണ് മരിച്ചു. മേജർ ഉണ്ണികൃഷ്ണനെ പോലെ, തുക്കാറാം ഓംബ്ലെയെ പോലെ, ഹേമന്ത് കാർക്കറയെ പോലെ അനവധി പേർ ജീവത്യാഗം ചെയ്ത 2008 നവംബർ 26 ഭീകരാക്രമണം. പക്ഷേ ഇതിനുശേഷം അന്നത്തെ ഭരണകൂടം കൈക്കൊണ്ട നടപടികൾ എത്രമാത്രം ആത്മാർത്ഥത നിറഞ്ഞതായിരുന്നുവെന്ന അന്വേഷണം കൂടി അനിവാര്യമാണ്. പാകിസ്ഥാന്റെ പങ്ക് ഊട്ടിയുറപ്പിക്കുന്ന നടപടികൾ കൈക്കൊള്ളുന്നതിന് പകരം എന്താണ് അന്നത്തെ ഭരണാധികാരികൾ ചെയ്തത്? ഭീകരാക്രമണം നടക്കുന്നതിന് മുൻപുള്ള ദിവസങ്ങളിൽ കൊച്ചി അടക്കമുള്ള നഗരങ്ങളിൽ തഹാവൂർ റാണ താമസിച്ചു. ഇവിടെ എന്തിനു വന്നു? ആരെ കണ്ടു? എന്താണ് റാണയ്ക്കുള്ള കേരള ബന്ധം? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. 17 വർഷത്തിനിപ്പുറവും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്കുള്ള മറുപടിയാകുമോ റാണയുടെ ഭാരതത്തിലേക്കുള്ള നാടുകടത്തൽ? ജന ഡിബേറ്റ് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ BJP പ്രതിനിധി അഡ്വക്കേറ്റ് VP ശ്രീ പത്മനാഭൻ, കോൺഗ്രസ് പ്രതിനിധി പ്രൊഫസർ റോണി കെ ബേബി, മുൻ NIA ഉദ്യോഗസ്ഥൻ TK രാജ്മോഹൻ IPS, എക്സ് മുസ്ലിം ആക്ടിവിസ്റ്റ് ആരിഫ് ഹുസൈൻ എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ VP ശ്രീ പത്മനാഭനിലേക്ക് പോവുകയാണ്. ശ്രീ പത്മനാഭൻ, ഈ തഹാവൂർ റാണ എന്ന് പറയുന്നത് ഒരു ചെറിയ മീനല്ല. മുംബൈ ഭീകരാക്രമണത്തിലാണ് അയാളെ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്, ഭാരതത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി പലതും പുറത്തു വരും. ഒട്ടേറെ വിവരങ്ങൾ നമുക്ക് പുറത്തു വരാനുണ്ട്. ഒപ്പം കേരളത്തെ സംബന്ധിച്ച വിവരങ്ങൾ കൂടി പുറത്തു വരാനുണ്ട് എന്നത് കേൾക്കുമ്പോഴാണ് നമ്മൾ എത്രയോ വലിയ ഒരു അപകടസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയപ്പെടേണ്ടത്. ഇനി എന്താണ് NIAയിൽ നിന്നും നാം പ്രതീക്ഷിക്കുന്നത്? ഞാൻ സ്വല്പ ചരിത്രം പറയാം. ഓക്കെ. 2004-2005 കാലഘട്ടത്തിൽ ഒരു സംഭവം ഉണ്ടായി. അതായത് ആ കാലത്ത് ആന്ധ്രാപ്രദേശ് ഭരിക്കുന്നത് YS രാജശേഖർ റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാരാണ്. മഹാരാഷ്ട്ര ഭരിക്കുന്നത് NCP കോൺഗ്രസ് ഗവൺമെന്റ് ആണ്. ആ ഒരു ദിവസം ആന്ധ്രാപ്രദേശിൽ നിന്നും മഹാരാഷ്ട്ര പോലീസിന് അവരുടെ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് ഉണ്ട്, ATS, അവർക്കൊരു ഇൻഫർമേഷൻ കിട്ടുകയാണ്. ആന്ധ്രാപ്രദേശിൽ നിന്നും 2 പേർ തീവ്രവാദികൾ എന്ന് സംശയിക്കുന്നവർ മഹാരാഷ്ട്രയിലേക്ക് കടന്നിട്ടുണ്ട്. ആ വിവരം കിട്ടി മഹാരാഷ്ട്ര പോലീസ് അത് അന്വേഷിച്ച് മനസ്സിലാക്കുമ്പോഴേക്കും അവർക്ക് കിട്ടിയ വിവരം, ഈ 2 പേർ പൂനെയിലെത്തി. പൂനെയിൽ നിന്നും ഒരു കാറ് വിളിച്ച് ഒരു പെൺകുട്ടിയെയും കൂട്ടി അവർ ഗുജറാത്തിലേക്ക് കടന്നു എന്ന് വിവരം കിട്ടി. ഉടനെ ഈ വിവരം ഗുജറാത്ത് പോലീസിനെ മഹാരാഷ്ട്ര പോലീസ് അറിയിക്കുകയാണ്. അങ്ങനെ ഗുജറാത്ത് പോലീസ് ഈ കാറിനായി കാത്തു നിൽക്കുകയാണ് ബോംബെയിൽ നിന്നുമുള്ള അഹമ്മദാബാദിലേക്കുള്ള ഹൈവേ. അങ്ങനെ അവർക്ക് ഏതാണ്ട് സൂചന കിട്ടിയ അടിസ്ഥാനത്തിൽ വന്ന കാറിന് അവർ കൈ കാണിക്കുന്നു. കാർ നിർത്തുന്നില്ല. ഗുജറാത്ത് പോലീസ് വെടിവെക്കുന്നു. വെടിവെപ്പിൽ ഒരു സ്ത്രീയും 3 പുരുഷന്മാരും മരിക്കുന്നു. മരണപ്പെട്ടതിന് ശേഷം നടത്തിയ പരിശോധനയിലും അന്വേഷണത്തിലും മനസ്സിലാവുന്നു മരണപ്പെട്ട സ്ത്രീ ഇസ്രത് ജഹാനാണ്. അവർ മുംബൈ സ്വദേശിയാണ്. ഡ്രൈവർ പ്രാണേഷ് കുമാർ എന്ന മലയാളിയായ പൂനെയിൽ സെറ്റിൽ ചെയ്ത ആളാണ്. ഇത് അവിടെ മനസ്സിലാക്കുകയാണ്. ബാക്കി 2 പേരെ പറ്റി യാതൊരു വിവരവും കിട്ടുന്നില്ല. അതിനുശേഷം ഇവിടെ നടന്നത് എന്താ? ഇസ്രത് ജഹാനെ വ്യാജ ഏറ്റുമുട്ടലിൽ BJP സർക്കാർ കൊന്നു, ഗുജറാത്തിൽ കൊന്നു. പ്രാണേഷ് കുമാറിനെ കൊന്നു. ഇതായിരുന്നു ഇവിടെ പ്രചരണം. ഇവിടെ കേരളത്തിലെ ഒരു കവിയത്രി, ഞാൻ അവരെ പേര് പറയുന്നില്ല, കാരണം അത്രയ്ക്കൊന്നും മഹത്വം നമ്മൾ കൊടുക്കണ്ട, പേര് ചാനലിൽ വിളിച്ചു പറഞ്ഞിട്ട്. അവര് കവിത എഴുതി, ഇസ്രത് ജഹാന്റെ എന്ന മാലാഖയ്ക്ക് വേണ്ടി കവിത എഴുതി. നോക്കൂ, ഈ മറ്റ് 2 ആളുകൾ ആരാന്നറിയാൻ കേന്ദ്ര സർക്കാർ അന്വേഷണം തുടങ്ങി. അവർ കാശ്മീരിലെ പത്രങ്ങളിൽ പരസ്യം ചെയ്തു. ഒരു കുട്ടി പോലും ഈ 2 ആൾക്കാരുടെ ഫോട്ടോ കണ്ട് തിരിച്ചറിഞ്ഞില്ല. പിന്നീടാണ് മനസ്സിലാക്കിയത് ആ 2 പേർ പാക് അധിനിവേശ കാശ്മീരിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്ന തീവ്രവാദികളായിരുന്നു. ആന്ധ്രാപ്രദേശ് പോലീസിന്റെ നിഗമനം കറക്റ്റായിരുന്നു. അതിനുശേഷം
ഈ ബോംബെ സംഭവം ഉണ്ടാവുന്നു. മുംബൈ സംഭവം ഉണ്ടായതിനു ശേഷം ഇപ്പോഴത്തെ നമ്മുടെ റിട്ടയർഡ് IPS ഉദ്യോഗസ്ഥൻ ലോക്നാഥ് ബെഹ്റ, ഇദ്ദേഹം കേരളത്തിലെ DGP ആവുന്നതിന് തൊട്ടു മുമ്പ് ഇദ്ദേഹം NIA-യിലായിരുന്നു. അദ്ദേഹം ന്യൂയോർക്കിൽ പോയി ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെ ചോദ്യം ചെയ്തു. അപ്പോഴാണ് മനസ്സിലായത് ഇസ്രത് ജഹാൻ ഒരു ലഷ്കർ എ തോയ്ബയുടെ മോഡ്യൂൾ ആയിരുന്നു. ഇസ്രത് ജഹാൻ വാസ് എ മോഡ്യൂൾ ഓഫ് ലഷ്കർ എ തോയ്ബ എന്ന് ഡേവിഡ് കോൾമാൻ ഹെഡ്ലി പറഞ്ഞിരുന്നു. ആ ലഷ്കർ എ തോയ്ബയ്ക്ക് വേണ്ടി കേരളത്തിൽ കവിതകൾ എഴുതി. ഈ മഹാരാഷ്ട്രയിൽ സംഭവിച്ചത് എന്താ? NCP നേതാക്കന്മാർ MLA-മാരടക്കം ഇസ്രത് ജഹാന്റെ വീട്ടിലേക്ക് തീർത്ഥയാത്ര നടത്തി. എന്നിട്ട് അവരെ എന്തോ ഒരു പാവപ്പെട്ട മുസ്ലിം പെൺകുട്ടിയെ BJP സർക്കാരിന്റെ പോലീസ് വെടിവെച്ച് കൊന്നു എന്നൊക്കെ പറഞ്ഞു വരുത്തി. ഇങ്ങനെയായിരുന്നു ഇവിടത്തെ ഒരു അന്തരീക്ഷം. ആ അന്തരീക്ഷത്തിലാണ് രാജ്യം മുഴുവൻ തീവ്രവാദി ആക്രമണങ്ങൾ നടന്നത്. ഡൽഹിയിൽ 2-3 ആക്രമണങ്ങൾ നടന്നു, ജയ്പൂരിൽ നടന്നു, ഹൈദരാബാദിൽ നടന്നു. ഹൈദരാബാദിൽ ചെയ്തവരെ ഇന്നലെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. മാലേഗാവിൽ നടന്നു, ആസാമിൽ നടന്നു, അയോധ്യയിൽ നടന്നു, വാരാണസിയിൽ നടന്നു, ഉത്തർപ്രദേശിലെ കോടതികളിൽ നടന്നു. കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിലും കോഴിക്കോട് സ്വകാര്യ ബസ് സ്റ്റാൻഡിലും ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടായി. ഇന്ത്യ മുഴുവൻ ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടായി. ഇതിന്റെ ഒരു വലിയ പരിസമാപ്തി അല്ലെങ്കിൽ അവസാനത്തെ ഒരു ഇതെന്ന നിലയിലാണ് ബോംബെയിൽ തീവ്രവാദി ആക്രമണം നടന്നത്. ആ തീവ്രവാദി ആക്രമണത്തിന് മുമ്പ് ഡേവിഡ് കോൾമാൻ ഹെഡ്ലി ബോംബെയിൽ വന്നു, പൂനെയിൽ വന്നു. പൂനെയിൽ ഒരു പ്രശസ്തമായ ഹോട്ടലിൽ ബോംബ് സ്ഫോടനവും ആക്രമണവും നടന്നിരുന്നു. അത് പ്ലാൻ ചെയ്തു. മുംബൈ പ്ലാൻ ചെയ്തു. തഹാവൂർ ഹുസൈൻ റാണ കൊച്ചിയിൽ വന്നു. അവർ കൊച്ചിയിൽ ആക്രമിക്കാൻ പ്ലാൻ ചെയ്തിരുന്നു. കാരണം ബോംബെ പോലുള്ള സമാനമായ ഒരു പ്രദേശമാണ്, കടലിലൂടെ വന്ന് കയറാം. അവിടെ കൊച്ചി ആക്രമിക്കാൻ പ്ലാൻ ഇട്ടു. ഇങ്ങനെ ഈ രാജ്യത്ത് ആകമാനം അരാജകത്വവും അക്രമവും അഴിച്ചുവിടാനും ഈ രാജ്യത്തെ നശിപ്പിക്കാനും വേണ്ടിയുള്ള പദ്ധതികൾ ആ കാലഘട്ടത്തിൽ വളരെ സുഖകരമായ രീതിയിൽ നടന്നിരുന്നു. അതിന്റെയൊക്കെ ഒരു ഫലമായിട്ടാണ് രാജ്യത്ത് ആകമാനം ബോംബ് സ്ഫോടനങ്ങളും തീവ്രവാദി ആക്രമണങ്ങളും നടന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആക്രമണമാണ് ബോംബെ ആക്രമണം. ആ ബോംബെ ആക്രമണം നടന്നത് 2008 നവംബർ മാസത്തിലാണ്. ഒരാളെ പോലും വിദേശത്ത് നിന്നും അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാനോ ഇവിടേക്ക് എത്തിക്കാനോ സാധിച്ചിരുന്നില്ല. ആകെ സാധിച്ചത് 2005 കൊണ്ടുവന്ന പോർച്ചുഗലിൽ നിന്നും കൊണ്ടുവന്ന അബു സലീമിനെയാണ്. അത് ഏതാണ്ട് 2004 വാജ്പേയി സർക്കാർ പോകുന്നതിന് മുമ്പ് ആ കാര്യങ്ങളൊക്കെ പോർച്ചുഗീസ് സർക്കാരുമായി ഏതാണ്ട് ചർച്ച ചെയ്ത് തീരുമാനമായതാ. അതാണ് പിന്നീട് ഒരു കൊല്ലം കഴിഞ്ഞപ്പോ കിട്ടിയത്. ഇവിടെ ഈ കഴിഞ്ഞ 10-11 വർഷത്തെ നിതാന്ത പരിശ്രമത്തിന്റെ ഫലമായി അവിടുത്തെ എല്ലാ കോടതിയിലും കേസ് കൂടേണ്ടി വന്നു. കാരണം അമേരിക്കയിലെ എല്ലാ കോടതിയിലും ഇവർ കേസ് കൊടുക്കും. മാത്രവുമല്ല, അമേരിക്കയ്ക്ക് ഒരു തകരാറുണ്ട്. അമേരിക്കയിലെ കോടതി വിധിച്ചിട്ടും കാര്യമില്ല. പ്രസിഡന്റ് നോ എന്ന് പറഞ്ഞാൽ നോ ആണ്. അയാൾക്ക് വീട്ടോ ചെയ്യാനുള്ള അധികാരമുണ്ട്. ഇതോ എല്ലാ കടമ്പകളും കടന്ന് ഈ വിദ്വാനെ ഇപ്പോ ഇന്ത്യയിൽ എത്തിച്ചിരിക്കുകയാണ്. ഇനി ഇയാളെ കൊച്ചിയിൽ കൊണ്ടുവരും, ചോദ്യം ചെയ്യും. കൊച്ചിയിലും മറ്റ് സ്ഥലങ്ങളിലും പോയി ചോദ്യം ചെയ്യുമ്പോൾ ഇയാൾക്ക് ഇവിടുന്ന് സഹായം കിട്ടിയിട്ടുണ്ടോ, ഇയാൾക്ക് പ്രാദേശിക പിന്തുണ ഉണ്ടായിട്ടുണ്ടോ, ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പുറത്തു വരാനിരിക്കുന്നേ ഉള്ളൂ. കാരണം ഇന്ത്യൻ മുജാഹിദാണ് ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഇവിടെ തീവ്രവാദി ആക്രമണം നടത്തിയത്. അപ്പൊ അവരുമായി ബന്ധമുണ്ടോ, അത്തരത്തിലുള്ള എന്തൊക്കെയാണ് എന്നുള്ളത് പുറത്തു വരാൻ പോകുന്നു. അപ്പൊ ഏതായാലും വർഷങ്ങളുടെ ശ്രമഫലമായി നമ്മുടെ രാജ്യത്തിന് വലിയ ഒരു സംഗതി സാധിച്ചെടുക്കാൻ പറ്റിയിരിക്കുന്നു. പ്രധാനമന്ത്രിക്കും ഈ സർക്കാരിനും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അർപ്പിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുക. ഓക്കെ, ഭാരതത്തെ സംബന്ധിച്ച് വലിയൊരു നയതന്ത്ര വിജയം, അങ്ങനെ ഒരു സുവർണ മുഹൂർത്തത്തിലൂടെയാണ് നാം ഇപ്പോൾ ഭാരതീയർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മുൻ NIA ഉദ്യോഗസ്ഥൻ TK രാജ്മോഹൻ സാറിലേക്കാണ് പോകുന്നത്. ശ്രീ TK രാജ്മോഹൻ സാർ, അല്പസമയം മുമ്പാണ് NIA തഹാവൂർ ഹുസൈൻ റാണയുടെ അറസ്റ്റ് ഔദ്യോഗികമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള ഒരു വിവരമനുസരിച്ച് ഈ മുംബൈയിലെ ഭീകരാക്രമണം നടക്കുന്നതിന് മുമ്പ് തഹാവൂർ റാണ താമസിച്ച ചില ഇടങ്ങളെക്കുറിച്ചുള്ള സൂചനകളുണ്ട്. അത് കൃത്യമായ വിവരങ്ങൾ തന്നെയാണ്. NIA വളരെ കൃത്യമായ ആ വിവരങ്ങൾ കണ്ടെത്തിയിട്ടുള്ളതാണ്. ആഗ്ര, ഹാപ്പൂർ, കൊച്ചി, അഹമ്മദാബാദ്, മുംബൈ, ഈ 5 ഇടങ്ങളിലാണ് ഭീകരാക്രമണം നടക്കുന്നതിന് മുമ്പുള്ള നവംബർ 26 മുമ്പുള്ള ദിവസങ്ങളിൽ തഹാവൂർ റാണ ഭാര്യയുമൊത്ത് താമസിച്ചത്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഇടം എന്ന് പറയുന്നത് കൊച്ചിയാണ്. ഈ കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം വലിയ അന്വേഷണം ഇനി വരാനിരിക്കുകയില്ലേ? കാരണം ഇത് എന്തിനാണ് നവംബർ 16-17 തീയതികളിലാണ് ഈ തഹാവൂർ റാണ കൊച്ചിയിൽ താമസിച്ചത്. അപ്പോൾ
ഇവരുടെ ഒരു ലക്ഷ്യം വെച്ച് നോക്കുമ്പോൾ കൊച്ചിയും ഈ തഹാവൂർ റാണയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ഹോട്ട് പോയിന്റായി തിരഞ്ഞെടുത്തിരുന്നോ എന്ന് വേണം ഈ ഘട്ടത്തിൽ അനുമാനിക്കാൻ. തീർച്ചയായിട്ടും സംശയിക്കാനൊന്നുമില്ല. കാരണം ഈ കേസ് NIAയുടെ കേസ് നമ്പർ 4/2019 2009 കേസ് നമ്പർ 4 ആദ്യത്തെ കേസാണ്, ആദ്യകാലത്തുള്ള കേസാണ്. ആ കേസ് എന്ന് പറയുന്നത് മുംബൈ ബ്ലാസ്റ്റ് അറ്റാക്കിൻ്റെ കോൺസ്പിറസിയായി ബന്ധപ്പെട്ട കേസാണ്. ആ കേസ് അന്വേഷണത്തിലാണ് NIA കേസ് അന്വേഷണം പൂർത്തിയാക്കിയതിന് ശേഷം ചാർജ് ഷീറ്റ് ചെയ്തു സ്പെഷ്യൽ കോർട്ടിൽ ഡൽഹിയിൽ. ചാർജ് ഷീറ്റ് ചെയ്തത് 9ഓളം അക്യൂസ്ഡ് പേരിലാണ്. അതിൽ അക്യൂസ്ഡ് 1 ആണ് ഡേവിഡ് ഹെഡ്ലി, നമ്പർ 2 ആണ് നമ്മളിപ്പോൾ അറസ്റ്റ് ചെയ്ത തഹാവൂർ ഹുസൈൻ. അയാളുടെ പേര് ശരിക്ക് ഫുൾ നെയിം ഡോക്ടർ തഹാവൂർ ഹുസൈൻ റാണയാണ്. തഹാവൂർ ഹുസൈൻ റാണ എന്നാണ്, ഡോക്ടർ തഹാവൂർ ഹുസൈൻ റാണ. അത് അയാളിപ്പോൾ NIA അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട്, വളരെ അഭിമാനമുണ്ട്. കാരണം അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് പോകുന്നത് ഇന്ന് ഭരിക്കുന്ന ഗവൺമെൻറ് തന്നെയാണ് തീർച്ചയായിട്ടും. കാരണം അടുത്ത കാലത്തൊന്നും നമ്മുടെ ഇങ്ങനൊരു എക്സ്ട്രഡീഷൻ നടത്തി നമ്മൾ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അക്യൂസിനെ ഇവിടെ കൊണ്ടുവന്ന് അയാളിപ്പോൾ നമ്മൾ ആദ്യമായി ചോദ്യം ചെയ്യുകയാണ്. ഞങ്ങളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിച്ച കാര്യമാണ്, പക്ഷേ അൺഫോർച്ചുനേറ്റ് സാധിച്ചില്ല. പക്ഷേ ഇപ്പം നമ്മുടെ NIAയുടെ ഉദ്യോഗസ്ഥന്മാർ ഇപ്പോഴദ്ദേഹത്തെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ അഭിമാനമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ തഹാവൂർ റാണ ഒരുപാട് ഇൻഫർമേഷൻ അന്ന് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പാകെ നിരത്തിയിട്ടുണ്ട്. അതിൽ ഒരു സ്ഥലമാണ് ഇപ്പോഴദ്ദേഹം ഇവിടെ ഈ ഇന്ത്യയിൽ പല സ്ഥലത്തും സഞ്ചരിച്ചിട്ടുണ്ട്. ശരിക്ക് അയാളൊരു ബാക്കപ്പായിരുന്നു ഹെഡ്ലിക്ക്. ഹെഡ്ലിയുടെ എല്ലാ മൂവ്മെൻറ്റും കൺട്രോൾ ചെയ്തതും ഹെഡ്ലിക്ക് എല്ലാ ഫൈനാൻസ് എല്ലാം സപ്ലൈ ചെയ്തതും ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തത് തഹാവൂർ റാണയാണ്. അപ്പോൾ അങ്ങനെ ഇന്ത്യയുടെ പല ഭാഗത്ത് സഞ്ചരിച്ചിട്ട് എന്തിനാണ് അദ്ദേഹം കൊച്ചിയിലേക്ക് വന്നത്? അതാണ് നമ്മുടെ ഇപ്പോൾ ചോദ്യം. കൊച്ചിയിൽ അദ്ദേഹം താമസിക്കാൻ വേണ്ടി എന്താണ് കാരണം? അപ്പോൾ അന്ന് അന്വേഷണം നടത്തിയപ്പോൾ ഒരുപാട് ഇൻപുട്സ് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ റിവീൽ ചെയ്യാൻ പറ്റില്ല. എന്നാലും പല സംശയങ്ങൾ അന്ന് തന്നെ ഉണ്ട്. പക്ഷേ അൺലെസ് ആൻഡ് അണ്ടിൽ ഈ അക്യൂസ്ഡിനെ നേരിട്ട് ഇൻറ്ററോഗേറ്റ് ചെയ്യാതെ നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല ഈ പറഞ്ഞ ഇൻഫർമേഷൻ ശരിയാണെന്ന്. അത് എനിക്ക് തോന്നുന്നു NIA ഇനിയിപ്പോൾ അദ്ദേഹത്തിന് നേരിട്ട് ഇൻറ്ററോഗേറ്റ് ചെയ്യണം. അപ്പം നേരിട്ട് ഇൻറ്ററോഗേറ്റ് ചെയ്യുമ്പം ആ ഇൻറ്ററോഗേറ്റ് സമയത്ത് നമ്മളെ ബ്ലാങ്ക് ഒന്നുമില്ല, നമ്മുടെ കയ്യിൽ ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ട്. ആ ഇൻഫർമേഷൻ വെച്ച് ആ ഇൻറ്ററോഗേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അന്ന് ഞങ്ങളിലൊക്കെ വന്നു ചേർന്ന സംശയങ്ങളുണ്ട്. അതായത് എന്തിനാണ് കൊച്ചി വന്നത്? കൊച്ചിൻ എന്ന് പറഞ്ഞാൽ സൗത്ത് ഇന്ത്യയിലത്തെ ഒരു ഹബ്ബാണ്, ഒരു എക്കണോമിക്കൽ ഹബ്ബാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതുമായി ബന്ധപ്പെട്ടാണോ? പിന്നെ ഇവിടെ കൊച്ചി ഷിപ്പ് യാർഡുണ്ട്. അപ്പോൾ അതുപോലെ ഒരു വൈറ്റൽ പ്ലേസസ് ഉണ്ട്. കാരണം ഈ നമ്മൾ ഈ ഹെഡ്ലിയെ ചോദ്യം ചെയ്ത സമയത്ത് ഹെഡ്ലിയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പം അത് പിന്നെ പബ്ലിക്കാണത്. ആ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നുണ്ട് അവർ ഈ ബോംബെ അല്ലാത്ത പല സ്ഥലങ്ങളിലും പല കാര്യങ്ങളും സപ്പോർട്ടേജ് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു. ഈവൻ കുംഭമേള ഒരു സ്ഥലമാണ് അങ്ങനെ പറയുന്നത്, അല്ലെങ്കിൽ ഒരു വൈറ്റൽ ഇൻസ്റ്റലേഷൻസ്. അപ്പോൾ ആ കാലത്ത് സംശയം ഉണ്ടായിരുന്നു നമ്മളെ കൊച്ചിൻ ഷിപ്പ് യാർഡുമാരിലെ വൈറ്റൽ ഇൻസ്റ്റലേഷനിലാണോ ഇവിടെ വന്നത്. അതല്ല, ഈ റാണ അന്നൊരു ഏജൻസി നടത്തിയിരുന്നു, ഒരു ഇമിഗ്രേഷൻ ഏജൻസി. അതൊരു കവറപ്പായിരുന്നു, ഇമിഗ്രേഷൻ ഏജൻസി നടത്തിയിരുന്നു. ആ ഇമിഗ്രേഷൻ ഏജൻസിയുടെ കെയർ ഓഫിൽ റിക്രൂട്ട്മെൻ്റ് ആണോ സംശയം, അതും സംശയിച്ചിട്ടുണ്ട്. റിക്രൂട്ട്മെൻ്റ് ആയിരുന്നോ? കാരണം റിക്രൂട്ട്മെൻറ്റ് അന്ന് അക്കാലത്ത് കേരളത്തിലൊക്കെ പല റിക്രൂട്ട്മെൻറ്റ് നടത്തിയിരുന്നു. നമ്മൾ കാശ്മീർ റിക്രൂട്ട്മെൻറ്റ് കേസൊക്കെ നമ്മൾ ആ സമയത്ത് കണ്ടതാണ്. അപ്പോൾ ആ സമയത്തുള്ള അങ്ങനെ റിക്രൂട്ട്മെൻറ്റ് നടത്താൻ വേണ്ടി വന്നതാണോ, അതും സംശയമാണ്. അത് കൂടാതെ ഈ ഫൈനാൻസ് ടെറർ ഫണ്ടിങ്ങിന് വേണ്ടി വന്നതാണോ, അതും സംശയമാണ്. കാരണം ടെറർ ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട വല്ല സ്ലീപ്പർ സെൽസ് ഇവിടെ ഉണ്ടോ? പലതരം സ്ലീപ്പർ സെൽസ് പല കാലത്തും നമ്മുടെ സംസ്ഥാനത്ത് വെളിയിലും പിന്നെ തമിഴ്നാട്ടിലും കർണാടകയിലും ബാംഗ്ലൂരും പല സ്ഥലത്തും ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള സ്ലീപ്പർ സെൽസ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പല കാര്യങ്ങളും പല ഇൻപുട്സും കിട്ടിയത് അതൊക്കെ അനലൈസ് ചെയ്യണം. ആ അനലൈസ് ചെയ്യാൻ വേണ്ടി അൺഫോർച്ചുനേറ്റ്ലി അന്ന് ഈ അക്യൂസ്ഡ് എന്ന് പറയുന്ന റാണയെ നമുക്ക് നേരിട്ട് ഇൻട്രോഗേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ ഫോർച്ചുനേറ്റ്ലി അത് സാധിച്ചിരിക്കുകയാണ്. അപ്പം തീർച്ചയായിട്ടും നേർക്ക് ഇൻട്രോഗേഷൻ ചെയ്യുമ്പം
കൂടാതെ ഇൻ്ററോഗേറ്റ് ചെയ്യുന്ന ടീമിന് ഒരുപാട് ഇൻപുട്സും കയ്യിലുള്ള അവസ്ഥക്ക് നമുക്ക് ഈ സംശയങ്ങളൊക്കെ ദൂരീകരിക്കാൻ പറ്റും. അങ്ങനെ സംശയങ്ങൾ ദൂരീകരിക്കുമ്പോഴാണ് ഓരോ അദ്ദേഹം അഹമ്മദാബാദിൽ പോയിരുന്നു, മുംബൈയിൽ പോയിരുന്നു, ആഗ്രയിൽ പോയിരുന്നു, ഫാമിലി ആയിട്ട് വൈഫ് എന്ന് പറഞ്ഞ ലേഡി ആയിട്ടാണ് പോയിരിക്കുന്നത്, പുഷ്കറിൽ പോയിരുന്നു. എന്തിനാണ് പോയത്? പിന്നെ കൊച്ചിയിൽ വേറെ കാര്യമുണ്ട്, കൊച്ചിയിൽ ഒരു സിനഗോഗ് ഉണ്ട്, അതായത് ഒരു ജൂയിഷ് പ്ലേസസ് ഉണ്ട്. അപ്പം അതുമായി ബന്ധപ്പെട്ട് വന്നാണോ? അങ്ങനെ പല സംശയങ്ങളുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനി വരുന്ന ആളുകളിൽ നമ്മുടെ NIA ഓഫീസേഴ്സ് വെരി പ്രൊഫഷണലാണ്, അവർ വെരി കോമ്പിറ്റന്റ് ഓഫീസേഴ്സ് ആണ്. ആ വിഷയം പരിശോധിച്ചിരുന്നുവെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഈ ഹെഡ്ലിയുമായി ബന്ധപ്പെട്ട് അതുപോലെ കൊച്ചിയിൽ വന്നതുമായി ബന്ധപ്പെട്ട് മൊസാദ് ഉൾപ്പെടെ ആ വിഷയത്തിൽ അന്വേഷണം നടത്തിയിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. തീർച്ചയായിട്ടും അതാണ് ആ കാലത്ത്. അതുപോലെ ഇപ്പൊ ജൂയിഷുമായി ബന്ധപ്പെട്ട് അത് ഒരു ഇന്റർനാഷണൽ റാമിഫിക്കേഷനിലാണ്. അപ്പം ഇതൊക്കെ നമ്മൾ ഈ പസിലൊക്കെ നമ്മൾ സോൾവ് ചെയ്യണം. ഇതൊക്കെ സോൾവ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് നമ്മുടെ നൈബറിങ് കൺട്രിയായ പാകിസ്ഥാനെ എങ്ങനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ പറ്റും. ആ ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്നതും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇയാളുടെ ഇൻട്രോഗേഷനിൽ കൂടിയാണ്. അപ്പോൾ ഇൻട്രോഗേഷൻ ഓഫ് റാന വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഇൻട്രോഗേഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്കറിയാം. കാരണം ഈ കേസിൽ ചാർജ് ഷീറ്റ് ചെയ്ത ആദ്യത്തെ ആ 5 പേരെന്ന് പറയുന്നത് ലഷ്കർ-ഇ-തോയ്ബയുടെ സീനിയർ ലീഡേഴ്സാണ്. പിന്നെ ബാക്കി 2 പേരെന്ന് പറയുന്നത് ISIയുടെ ഓഫീസേഴ്സാണ്. നമ്മൾ ചാർജ് ഷീറ്റ് ചെയ്ത് അവരെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്, അവരെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, അവർക്ക് ലെറ്റർ ഓഫ് റെഗുലേറ്ററി പാകിസ്ഥാനിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലെറ്റർ ഓഫ് റെഗുലേറ്ററി അയച്ചു കൊടുത്തപ്പോൾ നമ്മളെ 2 ഓഫീസർമാരെ ക്ലീൻ ആയിട്ട് ആരാണ് എന്താണ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു മറുപടി ഇന്ന് അവരെ കിട്ടിയിട്ടില്ല. അപ്പം നമ്മുടെ രാജ്യത്തിന് ശിഥിലീകരിക്കാൻ, അല്ലെങ്കിൽ ഞങ്ങൾക്കൊക്കെ പറയാനുള്ള ടെററിസം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വാർ അഗെയിൻസ്റ്റ് ഹ്യൂമാനിറ്റിയാണ്. ഇത് നമ്മുടെ രാജ്യത്തിനെതിരായിട്ട് മാത്രമല്ല, അത് ഹ്യൂമാനിറ്റിക്കെതിരായിട്ടുള്ള ഒരു വാറാണ് ടെററിസം. അപ്പോൾ അത് പ്രൊപ്പഗേറ്റ് ചെയ്യാണ് നമ്മുടെ നെയ്ബറിംഗ് കൺട്രിയായ പാകിസ്ഥാൻ. അപ്പോൾ അവരെ ഡിസ്ക്രെഡിറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഇപ്പോൾ ഇൻട്രോഗേറ്റ് ചെയ്യുന്ന NIA സ്ലൂസിന് അല്ലെങ്കിൽ NIA ഓഫീസേഴ്സിനുണ്ട്. അപ്പോൾ അങ്ങനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതും ഒരു നേട്ടമാണ്. അപ്പം നമ്മുടെ ഓഫീസർമാർ പേഴ്സൺ ടു പേഴ്സൺ ഇൻട്രോഗേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരുപാട് ഇൻപുട്സും ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് കിട്ടും. ആ ഇൻഫർമേഷൻ യൂട്ടിലൈസ് ചെയ്തിട്ട് നമുക്ക് ഫർദറായിട്ട് ഇനിയും ഇന്ത്യയിൽ വല്ല സ്ലീപ്പർ സെൽസും ബാക്കിയുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് എവിടെയെങ്കിലും ഫൈനാൻസ് നടത്തേണ്ട പ്രാപ്തരായ ആൾക്കാർ കഴിഞ്ഞ 15 വർഷമായിട്ട് ഒളിഞ്ഞു കിടപ്പുണ്ടോ? ഇതൊക്കെ അന്വേഷിക്കേണ്ട വിഷയമാണ്. കാരണം ഇതൊക്കെ അന്വേഷിച്ച് മുന്നോട്ട് പോയാൽ മുന്നിൽ ഇനി ബാക്കിയുള്ളത് കോൺഗ്രസ് പ്രതിനിധി ശ്രീ പ്രൊഫസർ റോണി കെ ബേബിയിലേക്കാണ് പോകുന്നത്. പ്രൊഫസർ റോണി കെ ബേബി, ഭാരതത്തെ തകർക്കാൻ ശ്രമിച്ചവരെ വെറുതെ വിടില്ല എന്ന് വളരെ കൃത്യമായി ആ ഒരു സന്ദേശം മോദി സർക്കാർ മുന്നോട്ട് വെക്കുകയാണ്. കഴിഞ്ഞ 11 വർഷത്തെ അശ്രാന്തമായ പരിശ്രമത്തിനൊടുവിൽ ഇപ്പോൾ തഹാവൂർ റാണയെ ഭാരതത്തിൽ എത്തിച്ചിരിക്കുകയാണ് രാജ്യത്തെ അന്വേഷണ ഏജൻസി. വലിയ നയതന്ത്ര വിജയമാണ് കേന്ദ്ര സർക്കാരിൻ്റെ എന്ന് വളരെ എല്ലാവരും പറയുന്നത് അങ്ങനെയാണ്. എങ്ങനെയാണ് കോൺഗ്രസിന്റെ ഒരു പ്രതികരണം ഈ വിഷയത്തിൽ? 2008 നവംബർ മാസം 26-ാം തീയതി രാജ്യത്തെ പിടിച്ചുകുലുക്കിയ മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം ഇവിടെ നേരത്തെ ബഹുമാനപ്പെട്ട NIAയുടെ മുൻ ഓഫീസറെ സൂചിപ്പിച്ചതുപോലെ 2009 UAPA ആക്ടിന്റെ അടിസ്ഥാനത്തിൽ NIA കേസ് നമ്പർ 4/2009 രജിസ്റ്റർ ചെയ്ത ആ കേസിന്റെ അതിന്റെ ഒരു സ്വാഭാവിക പരിണാമത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുക. നമ്മൾ 11 വർഷം ഇവിടെ അശ്രാന്തം പരിശ്രമിച്ചു എന്നൊക്കെ പറയുന്നതിന് മുമ്പിൽ നമ്മൾ എന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകണം. ഇവിടെ NIA വളരെ കൃത്യമായി തന്നെ ഇന്ത്യ ഗവൺമെന്റ് ഇവരെ അറസ്റ്റ് ചെയ്തതിനു ശേഷം ഈ 2 പേരെ ഇപ്പൊ പറഞ്ഞ ഹെഡ്ലിയും റാണയും അവരെ അറസ്റ്റ് ചെയ്യുന്ന 2009 ഒക്ടോബർ മാസം 3-ാം തീയതി ആദ്യം ഡേവിഡ് ഹെഡ്ലി അറസ്റ്റ് ചെയ്യുന്നു. 2 ആഴ്ചകൾക്ക് ശേഷം ഒക്ടോബർ 18-ാം തീയതി 2009 ഈ റാണയെ അറസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ തന്നെ വളരെ കൃത്യമായി തന്നെ ഇന്ത്യ ഗവൺമെന്റ് 1997 എക്സ്ട്രഡീഷൻ ട്രീറ്റി ഉണ്ട് ഇന്ത്യ അമേരിക്കയും തമ്മിൽ. തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്ന ആളുകളെ ഉൾപ്പെടെ പരസ്പരം കൈമാറാൻ വേണ്ടിയിട്ടുള്ള ഉടമ്പടി ഉണ്ടാക്കിയിട്ടുണ്ട് 1997. ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അമേരിക്കയ്ക്ക് അപേക്ഷ നൽകി. പക്ഷേ 6 അമേരിക്കക്കാര് ഈ ബോംബെ തീവ്രവാദി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. 166 പേരിൽ 6 പേര് അമേരിക്കൻ പൗരന്മാരാണ്. അതുകൊണ്ട് ഈ ഹെഡ്ലിയെയും റാണയെയും അവിടുത്തെ നിയമങ്ങൾ അനുസരിച്ച് വിചാരണ ചെയ്തു. അങ്ങനെ 2013 ഈ റാണയെ 168 മാസത്തേക്ക് അവിടെ ശിക്ഷിച്ചു, അദ്ദേഹത്തെ ജയിലിൽ അടച്ചു. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയിലേക്ക് മടക്കി വിടുവാൻ വേണ്ടി അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് കൈമാറുവാനായിട്ട് പരിമിതികളുണ്ട്. കാരണം അവിടുത്തെ നിയമം അനുസരിച്ച് ശിക്ഷിച്ച് അവിടെ ജയിലിൽ അടച്ചിരിക്കുകയായിരുന്നു. പക്ഷെ കോവിഡ് വന്നപ്പോൾ ഈ തദാവൂർ ഹുസൈൻ റാണയ്ക്ക് അതിന്റെ ആനുകൂല്യം നൽകിക്കൊണ്ട്
അവര് ജയിൽ മോചിതരാക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക തീരുമാനിച്ചു. ഇപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഇന്ത്യ നൽകിയിരുന്ന പരാതി അവിടെ നിൽക്കുന്നത് കൊണ്ട് അദ്ദേഹത്തെ മോചിപ്പിക്കാനായിട്ട് അവർ തയ്യാറായില്ല. ഈ റാണെ അവിടെ സുപ്രീം കോടതി വരെ അദ്ദേഹം പോരാടി, ഫൈറ്റ് ചെയ്തു. അവസാനം ഈ കൃത്യമായി പറഞ്ഞാൽ 2025 ഈ ജനുവരി മാസം 21-ാം തീയതി, അതായത് ട്രംപ് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തതിന്റെ പിറ്റേ ദിവസം അമേരിക്കൻ സുപ്രീം കോടതി ഉത്തരവ് വന്നു അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് കൈമാറാൻ വേണ്ടി. അങ്ങനെ അദ്ദേഹം ഇന്ത്യയിലേക്ക് പിന്നെ ഇപ്പോൾ കൈമാറിയെത്തിയിരിക്കുക. പക്ഷെ നമ്മൾ ഇതിനകത്തൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിന്റെ അകത്ത് ഈ മുംബൈ തീവ്രവാദി ആക്രമണത്തിൽ 2 പ്രതികളെയാണ് അമേരിക്ക അറസ്റ്റ് ചെയ്ത് അവരുടെ തടങ്കിലാക്കിയിരുന്നത്. ഒന്ന് ഇവിടെ സൂചിപ്പിച്ചതുപോലെ അതിൽ ഒന്നാമത്തെ പ്രതി എന്ന് പറയുന്നത് ഡേവിഡ് കോൾമാൻ ഹെഡ്ലി, രണ്ടാമത്തെ പ്രതിയാണ് ഈ റാണെ എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഇതിന്റെ അകത്തൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടത്, ഇതിന്റെ അകത്തെ മുഖ്യ പ്രതി എന്ന് പറയുന്നത് ഈ പറയുന്ന ഹെഡ്ലിയാണ്. അദ്ദേഹത്തിനെതിരെ 12 കേസുകളാണ് അമേരിക്ക ചുമത്തിയത്. പക്ഷെ റാണയ്ക്കെതിരെ 3 കേസുകളാണ് ചുമത്തപ്പെട്ടത്. ഇനിയും ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം നമ്മൾ അതിനകത്ത് ഞാൻ അത് വസ്തുതാപരമായിട്ട് മാത്രമേ സംസാരിക്കും, ഞാൻ അതിനകത്തേക്ക് രാഷ്ട്രീയത്തിലേക്ക് ഒന്നും കടന്നുകൊണ്ടല്ല ഞാൻ സംസാരിക്കുന്നത്. ഈ പിന്നെ റാണയ്ക്കെതിരെ 3 കേസുകളാണ് ചുമത്തപ്പെട്ടത്. ഒന്ന്, ഡെൻമാർക്കില് തീവ്രവാദി ആക്രമണം അദ്ദേഹം ആസൂത്രണം ചെയ്തത്. 2, ലഷ്കർ തയ്യബുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധം. 3, ഇന്ത്യയില് അട്ടിമറിക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലെ തീവ്രവാദി ആക്രമണത്തിന് അദ്ദേഹത്തിന്റെ പങ്കാളിത്തം. പക്ഷെ അമേരിക്കൻ കോടതി ആദ്യത്തെ 2 കുറ്റകൃത്യങ്ങളാണ് ഇദ്ദേഹത്തിനെതിരെ തെളിയിക്കപ്പെട്ടത്. ഈ പറയുന്ന റാണയ്ക്കെതിരെ, തഹാവൂർ ഹുസൈൻ റാണയ്ക്കെതിരെ 2 കേസുകളാണ് തെളിയിക്കപ്പെട്ടത്. ആ കേസുകളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ ജയിലിലടച്ചത്. പക്ഷെ നമ്മൾ ഇതിന്റെ മുഖ്യ സൂത്രധാരൻ, ഈ മുംബൈ തീവ്രവാദി ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ എന്ന് പറയുന്നത്, അതിന്റെ മുഴുവൻ ബുദ്ധി എന്ന് പറയുന്നത്, ISIയുമായി ബന്ധപ്പെട്ട പ്രവർത്തിച്ചതെല്ലാം എന്ന് പറയുന്നത് ഈ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയാണ്. പക്ഷെ അദ്ദേഹത്തെ അമേരിക്ക സംരക്ഷിച്ചു നിർത്തുക. കാര്യം കൃത്യമായി പറയാം, അദ്ദേഹം ഡബിൾ ഏജന്റ് ആയിരുന്നു. ഒരേ സമയം തന്നെ അമേരിക്കയ്ക്ക് വേണ്ടിയും ISIക്ക് വേണ്ടിയും ഡബിൾ ഏജന്റായി പ്രവർത്തിച്ച, അമേരിക്കയുടെ കൂടി ചാരനായി പ്രവർത്തിച്ച ആളായിരുന്നു ഈ ഡേവിഡ് കോൾമാൻ ഹെഡ്ലി എന്ന് പറയുന്നത്. പക്ഷെ അദ്ദേഹത്തെ ഇന്ത്യക്ക് വിട്ടുതരുവാൻ വേണ്ടിയിട്ട് അമേരിക്ക തയ്യാറായിട്ടില്ല. നമ്മൾ ഈ മുംബൈ തീവ്രവാദി ആക്രമണത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു വലിയ പുരോഗതി നമുക്ക് കൈവരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താ, പാകിസ്ഥാനെ നമ്മൾ പ്രതിസ്ഥാനത്ത് കൊണ്ടിരിക്കുക. ഇതിന്റെ മുഴുവൻ ഉത്തരവാദി എന്ന് പറയുന്നത് പാകിസ്ഥാനാണ്. അല്ലെങ്കിൽ ഈ നവംബർ 26-ാം തീയതി 2008 നടന്ന മുംബൈ തീവ്രവാദി ആക്രമണം മാസ്റ്റർ മൈൻഡ് എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ ഭരണകൂടമാണ്, അല്ലെ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രമാണ് എന്ന് തെളിവുകൾ സഹിതം ലോകത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ റാണയെ നമ്മൾ ഇവിടേക്ക് കൊണ്ടുവരുന്നത്. പക്ഷെ ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത്, ഇതിന്റെ അകത്ത് റാണ എന്ന് പറയുന്ന ആള് ചെറിയൊരു പരൽമീനാണ്. അതിന്റെ വലിയ തിമിംഗലം എന്ന് പറയുന്നത് ഹെഡ്ലിയാണ്. ഹെഡ്ലിയെ അമേരിക്ക കവർപ്പ് ചെയ്തുകൊണ്ട്, ഞാനത് 12 കേസുകൾ ചുമത്തപ്പെട്ട ആളാണ് ഹെഡ്ലി. പക്ഷെ അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് നമുക്ക് അതിനകത്ത് എന്തെങ്കിലും നേട്ടം, ഞാൻ ഇവിടെ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ 3 കേസുകളില് പ്രധാനപ്പെട്ട കേസായിട്ടുള്ള ഈ ഇന്ത്യയിലെ തീവ്രവാദി ആക്രമണവുമായി ബന്ധപ്പെട്ട് ഈ റാണയെ കണക്ട് ചെയ്യുന്ന തെളിവുകൾ ഇല്ലാത്തത് കൊണ്ട് അമേരിക്ക അദ്ദേഹത്തെ ശിക്ഷിക്കാതെ വിട്ടതാണ് അമേരിക്കൻ കോടതി. അപ്പോൾ ഇവിടെ വേറൊരു പ്രശ്നമുണ്ട്. വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിബന്ധനകളുടെ അടിസ്ഥാനത്തിലാണ് അമേരിക്ക ഇപ്പോൾ ഈ റാണയെ ഇന്ത്യയിലേക്ക് കൈമാറിയിരിക്കുന്നത്. അപ്പോൾ ഇനി പുതുതായി അദ്ദേഹത്തിന്റെ പേരിൽ ഈ അമേരിക്ക നമ്മൾ ഈ പറഞ്ഞ 3 ചാർജുകളുണ്ടല്ലോ, അല്ലാതെ മറ്റു ചാർജുകൾ ഇനി ചുമത്താനായിട്ട് കഴിയില്ല. അപ്പോൾ വളരെ പരിമിതമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഞാൻ യഥാർത്ഥത്തിൽ മുഖത്തോടെ ഞാൻ പറയുക. പക്ഷെ നമുക്ക് ഏറ്റവും വലിയൊരു നേട്ടമാകുമായിരുന്നത്, നമുക്ക് ഹെഡ്ലിയെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ കഴിയുമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും. അതാണ് താങ്കളുടെ പോയിന്റ് എന്ന് പറയുന്നത്. ശ്രീ പത്മനാഭൻ, കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞു വെക്കുന്നത് വളരെ സ്വാഭാവികമായ ഒരു നടപടിക്രമത്തിന്റെ ഭാഗമായാണ് ഭാരതത്തിൽ റാണയെ ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞത് എന്നാണ്. അപ്പോൾ ഈ 17 വർഷത്തിനിടയിൽ ഈ സംഭവം നടന്ന 7 വർഷത്തോളം UPA ഗവൺമെന്റ് ആയിരുന്നു രാജ്യം ഭരിച്ചിരുന്നത്. പിന്നീടാണ് നരേന്ദ്രമോദി സർക്കാർ വരുന്നതും 2018 ഇതിനുള്ള പ്രോസസ്സ് അമേരിക്കയ്ക്ക് കത്തെഴുതുന്നത് അടക്കമുള്ള നടപടിക്രമങ്ങൾ തുടങ്ങുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായ ഒരു നടപടിക്രമം, അതായത് UPA സർക്കാർ തുടങ്ങി വെച്ച ഒരു നടപടിക്രമത്തിന്റെ അവസാനമാണ് ഇപ്പോൾ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്, നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. താങ്കളുടെ കാഴ്ചപ്പാട് എന്താണ്? അല്ല, 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, തഹാവൂർ ഹുസൈൻ റാണ ഒരു അമേരിക്കൻ പൗരനല്ല, കാനാഡിയൻ സിറ്റിസൺഷിപ്പ് ഉള്ള ഒരു പാകിസ്ഥാനിയാണ്. അതേസമയം ഡേവിഡ് കോൾമാൻ ഹെഡ്ലി ഒരു അമേരിക്കൻ പൗരനാണ്. ഒരു അമേരിക്കൻ പൗരനെ അമേരിക്ക എക്സ്ട്രാഡിറ്റ് ചെയ്ത ചരിത്രം ഈ അടുത്ത കാലത്തൊന്നുമില്ല. പണ്ടെങ്ങാനും സംഭവിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഈ ആധുനിക കാലഘട്ടത്തിൽ ഒന്നും തന്നെ ഒരു അമേരിക്കൻ പൗരനെ അമേരിക്ക എക്സ്ട്രാഡിറ്റ് ചെയ്തിട്ടില്ല. അത് അവർ ചെയ്യാറില്ല. അവരുടെ ആളുകളെ ഒരുപക്ഷെ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെ മരണം വരെ അവർ ജയിലിൽ പിടിച്ചിട്ടേക്കാം. പക്ഷെ
അമേരിക്കയിൽ നിന്നും അയാളെ പുറത്തു കൊണ്ടുവരിക എന്ന് പറയുന്നത് അമേരിക്കയിൽ നടക്കാത്തൊരു കാര്യമാണ്. ഒന്ന്. അത്. രണ്ട്, ഇവിടെ പറയാൻ 100% പാടില്ലാത്തൊരു സംഗതിയാണ്, എങ്കിലും ഞാൻ പറയാം. ഇവിടെ ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് സമയത്ത്, അതായത് 2016 ട്രംപിന്റെ ഇലക്ഷൻ സമയത്തും 2024 ട്രംപിന്റെ ഇലക്ഷൻ സമയത്തും ഒരു പരാതി ഇവിടെ ഉയർന്നു വന്നിരുന്നു. ട്രംപിന്റെ തെരഞ്ഞെടുപ്പിൽ ട്രംപിനെ ജയിപ്പിക്കാൻ ഇന്ത്യ ഗവൺമെന്റ് ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്ന്. അതിന്റെ തെറ്റും ശരിയും അല്ലെങ്കിൽ ഒക്കെ വേറെ, പക്ഷെ അങ്ങനെ ഒരു സംസാരം ഇവിടെ ഉണ്ടായിരുന്നു. ട്രംപിന് അനുകൂലമായ ഒരു ജനവിധി ഉണ്ടാക്കാൻ ചില നടപടി ഇന്ത്യ ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. ഈ നയതന്ത്ര രംഗത്തെ വിജയങ്ങൾക്ക് പിന്നിൽ പല രഹസ്യങ്ങളുണ്ട്. അതൊന്നും നമുക്ക് പരസ്യമായി സംസാരിക്കാൻ പാടില്ലാത്തതാണ്. ട്രംപ് അല്ല, കമല ഹാരിസ് ആയിരുന്നു ഇന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് എങ്കിൽ ഈ തീരുമാനം ഒരുപക്ഷെ വീട്ടോ ആവുമായിരുന്നു. കാരണം അമേരിക്കയിലെ പ്രസിഡന്റിന് വീട്ടോ ചെയ്യാനുള്ള അധികാരമുണ്ട്. അമേരിക്കയിലെ സുപ്രീം കോടതി എക്സ്ട്രാഡിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ പോലും അമേരിക്കൻ പ്രസിഡന്റിന് വീട്ടോ ചെയ്യാം. ഇംഗ്ലണ്ടിൽ പോയാൽ സ്ഥിതി എങ്ങനെയാണ്? ഇംഗ്ലണ്ടിലെ ഹോം സെക്രട്ടറിക്ക് വീട്ടോ ചെയ്യാം. ഇംഗ്ലണ്ടിലെ പരമോന്നത കോടതി നാട് കടത്താൻ പറഞ്ഞാൽ പോലും ഹോം സെക്രട്ടറിക്ക് അത് വീട്ടോ ചെയ്യാം. അപ്പോ ഇതൊക്കെ ഒരു വലിയ ഒരു എന്താ പറയാ ലോക നയതന്ത്ര രംഗത്തെ ചില നീക്കങ്ങളുടെ ഭാഗമാണ്. അപ്പോ അതിനെയൊക്കെ അന്ന് ഇവിടെ പലരും വിമർശിച്ചു, ഇന്ത്യ അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ ഇടപെടുക. അപ്പോ ഇന്ന് ട്രംപ് അല്ലെങ്കിലോ കമല ഹാരിസ് ആയിരുന്നെങ്കിലോ ഒരിക്കലും ഇയാളെ തിരിച്ച് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുമായിരുന്നില്ല. അപ്പൊ അവിടെയൊക്കെയാണ് ഇന്ന് ഇന്ത്യ മുന്നിട്ട് നിൽക്കുന്നത്. ഞാൻ വേറൊരു സംഗതി പറയാം. പാകിസ്ഥാനിൽ ഇന്ത്യയിൽ തീവ്രവാദി ആക്രമണം നടത്താൻ നേതൃത്വം കൊടുക്കുകയും അതുപോലെ തന്നെ കാനഡയിൽ ഇന്ത്യക്കെതിരെ ചില നീക്കങ്ങൾ നടത്തുകയും ചെയ്ത ആളുകൾ അജ്ഞാതര വെടിയേറ്റ് മരിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇന്ന് വരെ കേൾക്കാത്ത സംഗതിയാണ്. അജ്ഞാതര വെടിയേറ്റ് മരിച്ചിട്ടുണ്ട്. ഒരു കാര്യം ഇന്ന് ഉറപ്പാണ്. പണ്ട് ഇസ്രയേലിനോട് ഉപദ്രവിച്ചാൽ, ഇസ്രയേലിനെ എന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയാൽ അവൻ ഈ ലോകത്തിന്റെ ഏത് മൂലയിൽ പോയി ഒളിച്ചാലും അവനെ ഇസ്രയേൽ തേടി വരുമായിരുന്നു. ഇന്ന് ഏതാണ്ട് അങ്ങനെയാണ് ഇന്ത്യ. ഇന്ത്യയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയാൽ, ഇന്ത്യയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചാൽ, ഇന്ത്യക്കെതിരെ പ്രവർത്തിച്ചാൽ ഈ ലോകത്തിന്റെ ഏത് മൂലയിൽ പോയി ഒളിച്ചാലും അവനെ തെരഞ്ഞ് പലരും വരും. ആ ഒരു കാലഘട്ടം വന്നിരിക്കുകയാണ്. ഇതൊരു പാഠമാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഒരു കാലത്ത് ഇവിടെ വന്ന് അക്രമം നടത്തിപ്പോയി. ഇപ്പൊ ബോംബെ അക്രമം, മുംബൈയിൽ വന്ന് അക്രമം നടത്തി പാകിസ്ഥാൻ പോയി. എന്ത് ചെയ്തു? ഒന്നും ചെയ്തില്ല തിരിച്ച്. പക്ഷേ ഊറിയിൽ അക്രമം ഉണ്ടായി. ഇന്ത്യൻ പട്ടാളക്കാർ, കമാൻഡോകൾ അതിർത്തി ലംഘിച്ച് അവിടെ സർജിക്കൽ സ്ട്രൈക്ക് നടത്തി. ഇന്ത്യയിൽ പട്ടാൻകോട്ടിൽ CRPF-ന്റെ വാഹന വ്യൂഹത്തിനെതിരെ ബോംബ് സ്ഫോടനം ഉണ്ടായി. നമ്മുടെ വിമാനം അതിർത്തി ലംഘിച്ച് അവിടെ അന്താരാഷ്ട്ര നിയന്ത്രണ രേഖ ലംഘിച്ച് ബാലാകോട്ടിൽ എയർ സ്ട്രൈക്ക് നടത്തി. അതിന്റെ അടിയും തിരിച്ചടിക്കും ഇടയിൽ അവിടെ പാകിസ്ഥാനിൽ പെട്ടുപോയ അഭിനന്ദൻ വർദ്ധമാനെ രാത്രി 9 മണിക്ക് മുംബൈ ഇന്ത്യയിൽ എത്തിക്കാൻ സാധിച്ചു. അപ്പൊ ഇതൊക്കെ ഒരു പ്രത്യേക തരം നയത്തിന്റെ ഒരു എന്താ പരിണിത ഫലമാണ്. ഇതായിരുന്നു ഇന്ത്യയിൽ ഇല്ലായിരുന്നത്. ഈ ഒരു എന്താ പറയാ വ്യത്യാസമാണ് പഴയ ഭരണ സർക്കാരും ഈ സർക്കാരും തമ്മിലുള്ളത്. ശ്രീ റോണി കെ ബേബി, അതാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് ഈ 166 പേരുടെ ജീവനെടുത്ത, പലരെയും ജീവച്ഛവങ്ങളാക്കിയ, ഇന്ത്യ കണ്ടിട്ടുള്ള, ഭാരതം കണ്ടിട്ടുള്ള ഇതിൽ വെച്ച് ഏറ്റവും കൊടും ക്രൂരത അരങ്ങേറിയ ആ സംഭവത്തിന് ശേഷം ഭാരത സർക്കാർ എന്താണ് അന്നത്തെ UPA സർക്കാർ ചെയ്തത്? ഏതെങ്കിലും വിധത്തിൽ ഒരു ചെറുവിരൽ അലക്കിയോ നിങ്ങൾ? അതായത് പാകിസ്ഥാനെ ഈ വളരെ കൃത്യമായി പ്രതിപട്ടികയിലേക്ക് പാകിസ്ഥാൻ തന്നെയാണ് ഇത് ചെയ്തത് എന്ന് സ്ഥാപിച്ചെടുക്കാൻ, അന്താരാഷ്ട്ര കോടതിയിലടക്കം സ്ഥാപിച്ചെടുക്കാൻ ഒരുവിധ നീക്കവും അന്ന് UPA ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. പകരം പാകിസ്ഥാനെ ഇതിൽ പേര് ചേർക്കാതിരിക്കാൻ വളരെ കൃത്യമായ ചില അജണ്ടകൾ വെച്ച് ചില പ്രൊപ്പഗാൻഡയാണ് നിങ്ങൾ പ്ലാൻ ചെയ്തത്. അതായത് അജ്മൽ കസബ്, അതുപോലെ ഇവിടെ ഈ കടൽ കടന്ന് ഇവിടെ ഭീകരാക്രമണം നടത്താൻ വന്ന 50-ലേറെ പേർ, അവരെല്ലാം ഇന്ത്യൻ ഡ്രസ്സ് ധരിക്കുകയും അതുപോലെ
കയ്യിൽ ചരട് കെട്ടുകയും അങ്ങനെ വളരെ കൃത്യമായി ഇത് പാകിസ്ഥാനല്ല എന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായ ഒരു അജണ്ട അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. പക്ഷേ ആ അജണ്ട, ആ അന്താരാഷ്ട്ര അജണ്ട വളരെ കൃത്യമായി ഇങ്ങനെ പ്രചരിപ്പിക്കാനായിരുന്നു നിങ്ങളുടെ ശ്രമം. അതായത് പാകിസ്ഥാനെ ഈ ഭീകരാക്രമണവുമായി കൂട്ടിക്കെട്ടാനല്ല, മറിച്ച് ഇവിടുത്തെ ചില സംഘടനകളെ ഇത്തരത്തിലുള്ള പ്രചാരണത്തിലേക്ക് കൊണ്ടുവരാനാണ് നിങ്ങൾ ആദ്യഘട്ടത്തിലൊക്കെ ശ്രമിച്ചത്. പക്ഷെ അത് പാളിപ്പോയി. പക്ഷെ ഈ ഒരു വിഷയത്തിൽ ഇങ്ങനെ ഒരു രാഷ്ട്രീയ പ്രത്യാരോപണങ്ങളുടെ ഒരു വിഷയമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. ഞാൻ പറയുന്നത് ഇന്ത്യ ഭരിക്കുന്ന ഏത് ഗവൺമെന്റ് ആണെങ്കിലും അത് ആ ഗവൺമെന്റുകൾ ഇന്ത്യ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ അത് കോൺഗ്രസ് ആയിക്കോട്ടെ BJP ആയിക്കോട്ടെ, രാജ്യസുരക്ഷയുടെ കാര്യത്തിലോ ഇതുപോലെയുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളെ അടിച്ചമർത്തുന്ന കാര്യത്തിലോ എന്തെങ്കിലും ഒരു കോംപ്രമൈസ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇന്ത്യയിലെ ഒരു സാധാരണ പൗരനും വിചാരിക്കുന്നില്ല. ഇവിടെ 2008 ഈ പറയുന്ന മുംബൈ തീവ്രവാദ ആക്രമണത്തിന് ശേഷം NIA എന്ന് പറയുന്ന തീവ്രവാദ വിരുദ്ധ സംഘടനയ്ക്ക് നമ്മൾ രൂപം നൽകി. അവർ നൽകിയ മെറ്റീരിയൽ എവിഡൻസിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അമേരിക്കയിൽ ഈ രണ്ടാളുകളെ അറസ്റ്റ് ചെയ്തത്. അല്ലാതെ അമേരിക്കയുടെ FBI പിന്നെ വിവരങ്ങൾ കളക്ട് ചെയ്തോ അല്ലെങ്കിൽ ഇൻഫോർമേഷൻ കളക്ട് ചെയ്തോ അല്ല. പ്രൊഫസർ റോണി കെ ബേബി, ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. ഈ ഹെഡ്ലിക്ക് ഇന്ത്യയിലേക്ക് വരാൻ വിസ സംഘടിപ്പിച്ച് നൽകിയത് ആരാണ്? വളരെ കൃത്യമല്ല. കാരണം അതിനുവേണ്ടിയിട്ടാണല്ലോ റാണെ ഈ പറയുന്ന ബോംബെയിൽ വന്ന് അദ്ദേഹം ഈ ഇതിന് വംശജനായ കനേഡിയൻ പൗരനായ റാണയ്ക്ക് എങ്ങനെയാണ് ഇങ്ങനെ മുംബൈയിൽ ഇമിഗ്രന്റ് ലോ സെന്റർ എന്ന് പറയുന്ന ഒരു സ്ഥാപനം നടത്തി ഇത്തരത്തിൽ വിസ സംഘടിപ്പിച്ച് നൽകാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായത്? അത് നിയമപരമായിട്ട് തന്നെയാണ്. കാരണം നമുക്ക് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന വിദേശ എംബസികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പിന്നെ ആളുകൾക്ക് ഇവിടെ വന്ന് പിന്നെ അങ്ങനെ ഈ ഇമിഗ്രേഷൻ സെന്ററുകൾ തുടങ്ങുന്നതിന്റെ പക്ഷേ ഇതൊരു സാധാരണ വ്യക്തിയല്ലല്ലോ പറയുന്നതായിട്ട്. ശ്രീ റോണി കെ ബേബി, അന്നത്തെ ഇന്റലിജൻസിന്റെ പരാജയമാണ് ഞാൻ ചൂണ്ടിക്കാട്ടാൻ വരുന്നത്. അന്നത്തെ ഇന്റലിജൻസ് ഏജൻസികൾ ഏത് വിധത്തിൽ പ്രവർത്തിച്ചിരുന്നു എന്നതിന്റെ ഒരു തെളിവാണ് ഞാൻ ചൂണ്ടിക്കാട്ടാൻ പോകുന്നത്. ഇമിഗ്രന്റ് ലോ സെന്റർ എന്ന് പറയുന്ന സ്ഥാപനം പാക് വംശജനായ പാക് പട്ടാളത്തിൽ ഡോക്ടറായി സേവനം അനുഷ്ഠിച്ച പിന്നീട് കനേഡിയൻ പൗരനായി മാറിയ ഈ തഹാവൂർ ഹുസൈൻ റാണ ആളുടെ പേരിലുള്ളതാണ് ഇത്തരത്തിൽ ഒരു ഇമിഗ്രന്റ് ലോ സെന്റർ എന്ന് ഈ രാജ്യത്തെ അന്വേഷണ ഏജൻസികൾക്ക് എന്തുകൊണ്ട് ബോധ്യപ്പെട്ടില്ല? മാത്രവുമല്ല ഈ ഭീകരാക്രമണം നടക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ നഗരങ്ങളിലെല്ലാം, കൊച്ചി അടക്കമുള്ള നഗരങ്ങളിൽ, അഹമ്മദാബാദ്, ഹാപ്പൂർ, ആഗ്ര, മുംബൈ അടക്കമുള്ള നഗരങ്ങളിൽ റാണ വന്ന് താമസിക്കുകയാണ്, ദിവസങ്ങളോളം താമസിക്കുകയാണ്. ഈ ഘട്ടങ്ങളിലെല്ലാം ഹെഡ്ലിയുമായി നിരന്തരം ഫോൺ സംഭാഷണം നടത്തുന്നുണ്ട്. 200-ലധികം ഫോൺ സംഭാഷണങ്ങൾ നടത്തി. ഈ രാജ്യത്തെ ഇന്റലിജൻസ് ഏജൻസികൾ ഉറങ്ങുകയായിരുന്നു ആ സമയത്ത്. ഇത്ര വലിയൊരു ദുരന്തം ഇന്ത്യക്ക് സമ്മാനിക്കാൻ വേണ്ടി. ഈ തഹാവൂർ റാണ ഇന്ത്യയിൽ വരുമ്പോൾ അദ്ദേഹം പാകിസ്ഥാന്റെ പാസ്പോർട്ടുമായിട്ടല്ല അദ്ദേഹം വരുന്നത്, അദ്ദേഹം കാനഡയുടെ പാസ്പോർട്ടുമായിട്ടാണ് അദ്ദേഹം ഇന്ത്യയിൽ വരുന്നത്. അതുപോലെ ഹെഡ്ലി വരുമ്പോൾ അദ്ദേഹം കൊണ്ടുവരുമ്പോൾ അമേരിക്കൻ പിന്നെ പാസ്പോർട്ടുമായിട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കരുതുന്നത് ഇപ്പോൾ വളരെ കൃത്യമായി തന്നെ ഇന്ത്യ ഗവൺമെന്റ് ഒക്കെ കാര്യത്തിൽ വിശദീകരണം നൽകിയിട്ടുണ്ട്. കാരണം പാകിസ്ഥാന്റെ പാസ്പോർട്ടുമായി വരുന്ന ഒരാളാണെങ്കിൽ വളരെ കൃത്യമായിട്ട് തന്നെ ഇന്ത്യയുടെ ഇന്റലിജൻസ് ഏജൻസികളോ സർവൈലൻസ് ഉണ്ടാവും, അയാളെ കുറിച്ച് കൃത്യമായിട്ട് അന്വേഷിക്കും. പക്ഷെ ഇതിനകത്ത് ഇവർ രണ്ടുപേരും പറയുന്നത് ഇവർക്ക് രണ്ടുപേരും വിദേശ പിന്നെ അവരുടെ ശാരീരികമായിട്ട് പോലും അവരുടെ അപ്പിയറൻസിൽ പോലും അവരുടെ രൂപസാദൃശ്യങ്ങളിൽ പോലും അവരെല്ലാം പാശ്ചാത്യ ലുക്കുള്ള ഇവർ രണ്ട് വ്യക്തികളും രണ്ടുപേരുടെ പാസ്പോർട്ട് എന്ന് പറയുന്നത് ഒരാൾ കാനഡയുടെയും ഒരാൾക്ക് അമേരിക്കയുടെയുമാണ്. സ്വാഭാവികമായിട്ടും അതിനകത്ത് സംശയിക്കേണ്ട ഒരു കാര്യവുമില്ല. പിന്നെ നമ്മൾ അതിനുശേഷം ഈ ഇന്റലിജൻസ് പിഴവും പാലിച്ചു നോക്കിയ എല്ലാ സർക്കാരുകൾക്കും പറ്റും. നമ്മളിപ്പോൾ രാഷ്ട്രീയം അതിനകത്ത് പറയാൻ പോവുകയാണെങ്കിൽ 1999 കമ്പഹാർ ഏതെങ്കിലും ഇത്രമാത്രം ഇന്ത്യക്ക് അപമാനം. ഇപ്പൊ ഞാൻ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് മാത്രമേ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. 1999 അന്താരാഷ്ട്ര ഭീകരന്മാർ എന്ന് പേരെടുത്ത രണ്ടുപേരാണ് ഹെഡ്ലിയും റാണയും എന്നുള്ളത്. ഈ തഹാവൂർ ഹുസൈൻ റാണയൊക്കെ നേരത്തെ തന്നെ ലഷ്കർ എ തോയ്ബയുമായി അസോസിയേറ്റഡ് ആണ് എന്നുള്ള തരത്തിലുള്ളൊക്കെ ഇന്റലിജൻസ് ഏജൻസികളെ സംബന്ധിച്ച്, രാജ്യാന്തര ഇന്റലിജൻസ് ഏജൻസികളെ സംബന്ധിച്ചൊക്കെ വളരെ കൃത്യമായ വിവരം ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ തഹാവൂർ ഹുസൈൻ റാണ എന്തിന് ഭാരതത്തിൽ വന്നു എന്നുള്ള ഒരു പരിശോധന ഇവിടെ നടക്കുന്നതിൽ നമ്മുടെ ഏജൻസികൾക്കൊരു പരാജയം സംഭവിച്ചോ? ടു ബി വെരി ഫ്രാങ്ക്, അന്ന് ഈ പറഞ്ഞ മാതിരി അവരെ കൈവശമുള്ളത് ഒരു പാകിസ്ഥാൻ ബാക്ക്ഗ്രൗണ്ട് അല്ല. അവരുടെ കൈവശമുള്ള പാസ്പോർട്ട് കനേഡിയൻ പാസ്പോർട്ടും പിന്നെ ഒരു
USA പാസ്പോർട്ടാണ്. അപ്പം അന്ന് ആ കാലങ്ങളിലൊക്കെ USA പാസ്പോർട്ടുമായി വരുന്ന ആൾക്കാരെ നമ്മൾ സംശയിക്കാറില്ല. അതേപോലെ തന്നെ കന്നഡക്കാരെയും നമ്മൾ സംശയിക്കാറില്ല. അപ്പം ഈ സംശയത്തിൻ്റെ ആ സമയത്ത് ഈ പാസഞ്ചർ ചെക്കിങ്ങിൻ്റെ ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനം ഫുൾ പ്രൂഫ് അല്ല. അത് അന്ന് അങ്ങനെയാണ് അവർ കടന്നു പോകുന്നത്. ഈ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് NIA റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ എമിഗ്രേഷനിൽ ചില ചെക്കിങ്ങിൽ ഈവൻ അമേരിക്കൻ പാസ്പോർട്ടുകാരെ തന്നെ ചില സ്പെഷ്യലായിട്ട് ചില കാര്യങ്ങൾ അതിനുശേഷം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം സിസ്റ്റത്തിൻ്റെ ഫെയിലിയർ ഉണ്ട്. ആ സിസ്റ്റം ഫെയിലിയറിൽ അത് റെക്ടിഫൈ ചെയ്തു ഈ വീഴ്ച കൊണ്ട്. അപ്പം ഇതൊരു വീഴ്ച തന്നെയാണ്. അപ്പോൾ ആ വീഴ്ച ശരിക്കും നമുക്ക്, പക്ഷേ അതിൽ വേറൊരു കാര്യമുണ്ട്. ആക്ച്വലി ഈ ഡബിൾ ഏജൻ്റായ ഈ ഡേവിഡ് കോൾമാൻ ഹെഡ്ലി എന്ന് പറയുന്ന അയാളൊരു പാകിസ്ഥാനി, അയാളുടെ പാസ്പോർട്ട് ഉണ്ട് അയാളുടെ കയ്യിൽ വേറെ പല കൺട്രിയിലെ പാസ്പോർട്ടുണ്ട്. അയാളുടെ ഗേൾ ഫ്രണ്ട്സിൻ്റെ നാടായ മൊറോക്കോയിലത്തെ അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് അതിൽ. അപ്പോൾ ഇത്തരത്തിൽ ഡീൽ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മുടെ ഇൻ്റലിജൻസ് ഏജൻസി അയാളുടെ വരവും പോക്കും ചെക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട്. ദാറ്റ്സ് എ ഫെയിലിയർ. അപ്പോൾ ആ ഫെയിലിയർ അന്നത്തെ സിസ്റ്റത്തിൻ്റെ ഭാഗമായിരുന്നു. ആ സിസ്റ്റം അതിനുശേഷം 2009 കൂടി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ റെക്ടിഫൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാലും ഈ നമ്മുടെ കയ്യിൽ നിന്ന് വീഴ്ച അല്ലാതെ പറയാൻ പറ്റില്ല. കാരണം ആ സമയത്ത് തന്നെ അമേരിക്കക്ക് അറിയാമായിരുന്നു ഹീസ് എ ഡബിൾ ഏജന്റ് എന്ന്. പക്ഷെ അമേരിക്കൻ സിറ്റിസണെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവർ എന്ത് ചെയ്തെങ്കിൽ അവർ നമ്മുടെ ഇന്ത്യക്കാരോട് ഇയാൾ ആരാന്ന് ആക്ച്വലി എന്നും ഇയാൾ പാകിസ്ഥാൻ ഇടക്കിടക്ക് പോകാറുണ്ടെന്നുള്ള വിവരം നമ്മൾ അറിയിച്ചിട്ടില്ല. അങ്ങനെ പല കാരണങ്ങളുണ്ട്. അപ്പോൾ അതിപ്പോൾ പോസ്റ്റ്മോർട്ടത്തിൻ്റെ സമയമല്ല ഇപ്പോഴും നമുക്കുണ്ടായ നേട്ടം, ഈ നേട്ടം എന്ന് പറയുന്നത് നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത നേട്ടമാണ്. ആ നേട്ടത്തിൽ നമ്മുടെ ഒരു അക്യൂസ്ഡിനെ പ്രോപ്പർ ഇൻട്രോഗേഷൻ, അതായത് നമ്മൾ ഇന്ത്യൻ സ്റ്റൈലിൽ ഇൻട്രോഗേറ്റ് ചെയ്യുന്നത്, അല്ലാതെ ഹെഡ്ലിയെ നമ്മൾ 3 ദിവസം വെയിറ്റ് ചെയ്ത് അതിനുശേഷം സമയങ്ങളിൽ വാങ്ങിച്ചിട്ടാണ് നമ്മുടെ IG-യും പാർട്ടിയും പോയിട്ട് അദ്ദേഹത്തിന് ഡീറ്റെയിൽ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തത്. അതൊരു സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡിംഗ് മാത്രമാണ്. ഇറ്റ് ഇസ് നോട്ട് ഇൻട്രോഗേഷൻ എന്ന് പറയാൻ പറ്റില്ല. ഇറ്റ്സ് ഓൺലി എ റെക്കോർഡിംഗ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എൻ അക്യൂസ്ഡ്. ഇതങ്ങനെയല്ല. നമ്മുടെ NIA ഹെഡ്ക്വാർട്ടേഴ്സിൽ സ്പെഷ്യൽ ഫെസിലിറ്റീസിൽ എല്ലാം വാച്ച് ചെയ്ത് അവരുടെ ഇൻട്രോഗേഷൻ്റെ ആ എല്ലാ ടെക്നിക്സ്, അതായത് മോഡേൺ ടെക്നിക്സ്, അതിന് ഒരുപാട് ഇൻട്രോഗേഷൻ റൂം സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കോടിക്കണക്കിന് രൂപ ചിലവാക്കുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നമ്മുടെ ക്വസ്റ്റ്യൻസിന് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടേതായ ഒരുപാട് ഇൻപുട്സ് ഓൾറെഡി ഉള്ള നമ്മുടെ എഫിഷ്യൻ്റായ പ്രൊഫഷണലി എക്സ്പേർട്സ് ആയ നമ്മളെ ഉദ്യോഗസ്ഥന്മാർ ക്വസ്റ്റ്യൻ ബമ്പാർഡ് ചെയ്യുമ്പം സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പുറത്തു പറയാനുണ്ടാവും. ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി നമ്മുടെ ഈ സിസ്റ്റത്തിൽ വല്ല അപാകതകളുണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യാനും, കൂടാതെ നമ്മുടെ നാട്ടിൽ ഇനിയും ഇത്തരത്തിലുള്ള റിമിനൻസ്, അതായത് LETയുടെയോ ഹുജിയുടെയോ അല്ലെങ്കിൽ ഇന്ത്യൻ മുജാഹിദിൻ്റെയോ ആരെങ്കിലും റെമിനൻസ്, ചെറിയ സ്ട്രെയിൻസ് അല്ലെങ്കിൽ എവിടെയെങ്കിലും സ്റ്റെയിൻസ് പലതുണ്ടെങ്കിൽ അതും കൂടി നമുക്കിത് പുറത്തേക്കാൻ പറ്റും. അതാണ് നമുക്ക് ഒരു മെച്ചം ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അത് നമ്മുടെ ഓഫീസർമാർ പ്രോപ്പറായി യൂട്ടിലൈസ് ചെയ്യും. അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ ഈ ടെററിസം ഇന്ന് ഇന്ത്യന്ന് ഒരുപാട് ഒരു ഭരണകൂടമാണ് രാജ്യത്ത് ഉള്ളത് എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആശ്വാസം എന്ന് പറയുന്നത്. എക്സ് മുസ്ലിം ആക്ടിവിസ്റ്റ് ആരിഫ് ഹുസൈൻ കൂടി ഈ ചർച്ചയുടെ ഭാഗമായിട്ടുണ്ട്. ഡോക്ടർ ആരിഫ് ഹുസൈൻ, 17 വർഷത്തിന് ശേഷം തഹാവൂർ ഹുസൈൻ റാണ എന്ന കൊടും ഭീകരനെ ഭാരതത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇവിടെ നടന്ന പല ഭീകര പ്രവർത്തനങ്ങളുടെയും ഭീകരാക്രമണങ്ങളുടെയും ചുരുൾ അഴിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് NIA ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. അത് വളരെ കൃത്യമായി ആ ഭാഗം നിറവേറ്റപ്പെടും എന്ന് തന്നെയാണ് ഭാരതീയർ എന്ന നിലയിൽ നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത്. ഇവിടെ നോക്കൂ, ഇവിടുത്തെ ഒരു പ്രശ്നം നമ്മുടെ നാടിനെ കൂടി ബാധിക്കുന്ന ഒരു വിഷയമാണ് ഇത്. കൊച്ചിയിലടക്കം തഹാവൂർ ഹുസൈൻ റാണ എത്തുകയാണ്. അപ്പോൾ കൊച്ചി കൂടി ഒരു ഹോട്ട്സ്പോട്ടായി കണ്ടുകൊണ്ട് ഒരു ആക്രമണത്തിന് പദ്ധതിയിടുമ്പോൾ നമുക്ക് എവിടെയാണ് കാര്യങ്ങൾ പിഴച്ചു പോകുന്നത്? സാധാരണ നമ്മൾ ഇതുപോലുള്ള വിഷയങ്ങളിൽ പറയാറുള്ളൊരു കാര്യം, സർക്കാരുകൾ മാറുമ്പോൾ മുൻ സർക്കാർ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ എടുത്തു വന്നിരുന്ന കാര്യങ്ങളെ അപ്പാടെ മാറ്റി വെച്ചുകൊണ്ട് വേറെ കുറെ കാര്യങ്ങൾ ചെയ്യുകയും അതുകൊണ്ട് ആ ഒരു കൺയൂണിറ്റി നഷ്ടപ്പെടുന്നു. അതിന്റെ ഭാഗമായിക്കൊണ്ട് കാതലായ കാര്യങ്ങളിൽ ചില അലംഭാവങ്ങൾ സംഭവിക്കുന്നു, ജനങ്ങൾക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്നൊക്കെയാണ് സാധാരണ പറയാറുള്ളത്. എന്നുണ്ടെങ്കിൽ ഇവിടെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മുന്നേ ഉണ്ടായിരുന്ന സർക്കാർ തുടങ്ങി വെച്ച ആ ഒരു പ്രവൃത്തി, അതായത് ഇതുപോലെയുള്ള തീവ്രവാദികളായിട്ടുള്ള ആളുകളെ അത് നമ്മുടെ നാട്ടിലേക്ക് തന്നെ കൊണ്ടുവന്ന് അവരെ ട്രയൽ ചെയ്ത് ആ ശിക്ഷ നേടിക്കൊടുക്കുന്ന ഒരു അവസ്ഥ, അതിനു വേണ്ടിയിട്ടുള്ള ശ്രമത്തെ പിന്നീട് വന്ന ഗവൺമെന്റ് അത് മാറ്റിവെക്കുന്നതിന് പകരം അത് തുടർന്ന് അവരെ ഇന്നിപ്പോൾ ഇവിടെ നമ്മളെ നാട്ടിലേക്ക് എത്തിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ തീർച്ചയായിട്ടും
ഒരു അഭിനന്ദനം ഈ പറയുന്ന രണ്ടാമത് വന്ന സർക്കാരിനുണ്ട്. കാരണം ഒരു തിരുത്ത് തന്നെയാണ് അവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പ്രത്യേകം ഇത് എടുത്തു പറയേണ്ടി വരുന്നതെന്നാണ് ഞാൻ ഇതിൽ മനസ്സിലാക്കുന്ന ഒരു കാര്യം. അപ്പോൾ ആ ഒരു വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്, പിന്നെ ഇവിടെ നമ്മൾ കാണുന്ന പോലെയുള്ള ഇത്തരത്തിലുള്ള ഈ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള സംഗതിയിൽ എനിക്ക് വലിയ താല്പര്യമില്ല. കാരണം നമ്മളിവിടെ ഇതിനെ കാണുന്നത് ഏത് വ്യൂ പോയിന്റിലാണ്, ഏത് പെർസ്പെക്റ്റീവിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ജനങ്ങളെ ഇതെങ്ങനെ ബാധിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഞാനൊക്കെ ഒരു ഘട്ടത്തിൽ നമ്മളെ പോലുള്ള വ്യക്തികൾക്ക് നേരെ പോലും തീവ്രവാദ ആക്രമണ ഭീഷണി ഉണ്ടായി എന്ന് ഇവിടെ മുന്നേ പറഞ്ഞിട്ടുള്ളതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഐസിസ് ഭീഷണി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ജാമിദ ടീച്ചറെ പോലെയുള്ള ആൾ ഇപ്പോഴും അവർ ഇതേപോലെ ചില പ്രശ്നങ്ങളൊക്കെ നേരിടുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ നമ്മളെ പേഴ്സണലി പോലും അഫക്ട് ചെയ്യുന്ന ഒരു വിഷയമായിട്ട് ഇത്തരം ഇസ്ലാമിക തീവ്രവാദം എന്ന് പറയുന്ന ഒരു വിഷയം ഇവിടെ വരുമ്പോൾ അതിൽ ഒട്ടും തന്നെ ഒരു ആശങ്കയ്ക്കും വഴിയില്ലാതെ അതിൽ വളരെ കൃത്യമായിട്ട് ഇത്തരം കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുവന്നു. ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ NIA എന്ന് പറയുന്ന ഒരു ബോഡിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് പോലും ഏത് ഘട്ടത്തിലാണെന്നും കൂടി നമ്മൾ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ടായി. അത് കൂടുതൽ കാര്യക്ഷമമാക്കുകയും അതിനെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാവുന്നതിന്റെ പരമാവധി ചെയ്യുന്ന ഒരു കാഴ്ച കൂടിയാണ് നമ്മൾ പിന്നീട് മോദി ഗവൺമെന്റിലൂടെ കാണുന്നത്. അപ്പോൾ അവിടെയും വീണ്ടും അവിടെ ഒരു അനുമോദനം അർഹിക്കുന്നു ഇരു സർക്കാരുകൾക്കും എന്ന് തന്നെയാണ് എനിക്ക് അവിടെയും പറയാനുള്ളത്. കാരണം റൈറ്റ് ഡിറക്ഷനിലുള്ള ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അതിനെ തിരസ്കരിക്കേണ്ട അല്ലെങ്കിൽ അതിനെ മാറ്റിവെക്കേണ്ട ആവശ്യമില്ല, അതിനെ കൂടുതൽ ഉപയോഗപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു സംഗതി. അപ്പോൾ അതിൽ ആദ്യം ഈ റൈറ്റ് ഡിറക്ഷനുള്ള കാര്യത്തെ അവിടെ തുടങ്ങി വെച്ചു എന്നുള്ള ആ ഒരു കാര്യത്തിൽ അന്നത്തെ കോൺഗ്രസ് സർക്കാരിന് പൂർണ്ണമായിട്ടുള്ള അതിന്റെ ആ ഒരു ക്രെഡിറ്റ് ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ പറയാം. അങ്ങനെ നമ്മൾ അതിനെ കാണുന്നു. ഇനി ഇവിടെ ഇപ്പൊ ഇദ്ദേഹം ഈ പറയുന്ന തീവ്രവാദിയെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടെത്തിക്കുമ്പോൾ ഇതിലൂടെ വ്യക്തമാകുന്ന മറ്റു ചില വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന്, സാധാരണ ഇവിടെ ഈ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഇത്തരത്തിലുള്ള തീവ്രവാദവുമായി കണക്ട് ചെയ്തുകൊണ്ടുള്ള ഇരട്ടത്താപ്പുകൾ, അത് ഇന്ത്യയാണ് പ്രശ്നമെന്ന് ലോകവേദികളിൽ പോയിട്ട് പറയുകയും ഇന്ത്യയാണ് ഇതിനൊക്കെ കോപ്പ് കൂട്ടുന്നത് എന്ന് പറയുകയും എന്നിട്ട് അവർ തന്നെ ഇത്തരം കാര്യങ്ങളെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത് എന്ന് നമ്മൾ പറയുന്ന സമയത്ത് വിശ്വസിക്കുന്ന ഒരു കാലം ഇവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നിപ്പോൾ തെളിവുകളായിട്ട് നമ്മുടെ മുന്നിലേക്ക് അജ്മൽ കസബായിട്ടും ഇപ്പൊ ഇതുപോലെയുള്ള തീവ്രവാദികളെ നമുക്ക് നാട്ടിലേക്ക് കൊണ്ടുവന്ന് ട്രയൽ നടത്താനൊക്കെ സാധിക്കുമ്പോൾ ഇത് തെളിയുന്നത് പാകിസ്ഥാന്റെ ബന്ധം തന്നെയാണ്. ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങൾ ഇന്ത്യൻ മണ്ണിൽ നിരന്തരമായിട്ട് നടത്തുന്നു എന്നതിന്റെ തെളിവുകൾ ഇനി ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. അതിന് പറ്റുന്ന രീതിയിൽ നമ്മളുടെ NIA ആയാലും മറ്റ് ഇതുപോലെയുള്ള ബോഡീസിനെ നമ്മൾ പരമാവധി നമ്മൾ അതിനെ ഉപയോഗപ്പെടുത്തുക, അവരെ അതിനെ എക്വിപ്ഡ് ആക്കുക എന്നുള്ളത് തന്നെയാണ്. അത് ഇതിനോടൊപ്പം തന്നെ നമുക്കൊക്കെ അഭിമാനം തോന്നുന്ന ഒരു കാര്യമായിട്ട് തന്നെയാണ് നമ്മൾ അതിനകത്ത് പറഞ്ഞു വെക്കുന്നത്. ഇനി രണ്ടാമത്തത്, ഇതിലൊരു ഡിപ്ലോമാറ്റിക് വിൻ എന്ന് പറയുന്ന സംഗതി ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇതൊരു കൺവീറ്റി ഇതിനകത്തുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നത് കൂടുതൽ മികച്ച ആ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു റിലേഷൻ ബിൽഡ് ചെയ്യുന്നതിലും തെളിവുകൾ കൈമാറിക്കൊണ്ട് തന്നെ അന്വേഷണ ഏജൻസികളുടെ ആ മികവിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന തെളിവുകൾ അത് കൂടുതൽ കൈമാറ്റം ചെയ്തുകൊണ്ട് ഇതുപോലെ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ ബോധിപ്പിക്കാൻ കഴിയുന്നതുകൊണ്ടും കൂടിയാണ് നമുക്ക് ഇതുപോലുള്ള എക്സ്ട്രാഡിഷൻസ് ഒക്കെ നമുക്ക് പോസിബിൾ ആകുന്നത് എന്നുകൂടി മനസ്സിലാക്കുമ്പോൾ അത് വീണ്ടും നമുക്ക് പൊൻതൂവലായിട്ട് മാറുകയാണ്. അപ്പൊ ഇതൊന്നും നമ്മൾ പറയുന്നത് ഈ തരം പൊൻതൂവലുകളുടെ ഇടയിൽ നമ്മളുടെ യഥാർത്ഥ കർമ്മം മറന്നുപോകാതിരിക്കണം എന്ന് തന്നെയാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. അത് നമ്മൾ ഓർത്തുകൊണ്ടേ ഇരിക്കുക. നമ്മുടെ കർമ്മം ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് ഈ ഇസ്ലാമിക തീവ്രവാദം വളരെയധികം വർദ്ധിച്ച് ജനജീവിതം ഒരു എത്ര പ്രോസ്പെറസ് ആയിട്ടുള്ള ഒരു രാജ്യമാണെങ്കിൽ യൂറോപ്പിന്റെ ഒക്കെ അവസ്ഥ നമ്മൾ നോക്കുക, വളരെ പ്രോസ്പെറസ് ആയിട്ട് നിന്ന് ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളായിട്ട് നിന്നിരുന്ന രാജ്യങ്ങൾ ഇന്ന് മൂക്ക് കുത്തി വീഴുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ, അവരുടെ സാമ്പത്തിക നില താഴോട്ട് പോയിട്ടുണ്ടെങ്കിൽ, അവരുടെ രാജ്യ സുരക്ഷ താഴോട്ട് പോയിട്ടുണ്ടെങ്കിൽ, അവരുടെ ഗവൺമെന്റുകൾ അസ്ഥിരപ്പെടുന്നുണ്ടെങ്കിൽ അതിന് പോലും കാരണമായിട്ടുള്ളത് ഈ ഇസ്ലാമിക തീവ്രവാദമാകുമ്പോൾ നമ്മളെ പോലെ കരകയറാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു രാജ്യം ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്തി നമ്മൾ മുന്നോട്ട് പോകേണ്ട ഒരു വളരെ കഷ്ടപ്പെടുന്ന ഒരു രാജ്യമായിട്ട് നമ്മൾ നിൽക്കുന്ന സമയത്ത് അത് വളരെ ഹോപ്പ്ഫുൾ ആയിട്ട് നമ്മൾ നിൽക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന നമ്മളെ പോലുള്ള ആളുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളിവിടെ കാണുന്നത് അതിലൊക്കെ ഏറ്റവും വലിയ ഭീഷണിയായിട്ട് മാറുന്നത് ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ, അതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന മറ്റ് പോളറൈസേഷൻ, അതിന്റെ മറ്റ് പോളറൈസിങ് ആക്ടിവിറ്റീസ്, അതിലൂടെ ഉണ്ടാകുന്ന രാഷ്ട്രീയം, ഇതെല്ലാം ഇവിടെ പ്രശ്നമാകുമ്പോൾ നമ്മളുടെ ഈ ഡെവലപ്ഡ് ആവുക എന്ന് പറയുന്ന ഗോളിലേക്ക് നമുക്ക് കൂടുതൽ വൈകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അത് എത്തുന്നത് വീണ്ടും വൈകുന്ന അവസ്ഥയാണ്. അപ്പൊ അതൊക്കെ നോക്കുമ്പോൾ ഇന്ന് നമ്മൾ അഡ്രസ് ചെയ്യപ്പെടേണ്ട ഏറ്റവും ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് ഇസ്ലാമിക തീവ്രവാദം എന്ന് തന്നെ അടിവരായിട്ട് നമ്മൾ പറയുന്ന ആ ഒരു വിഷയത്തിലേക്കാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ട്രയലിന് നമുക്ക് ലഭിക്കുന്നത്. ഇത് നമ്മളൊരു ഡിപ്ലോമാറ്റിക് വിന്നാണ്, നമ്മളെ തെളിവുകൾ ശേഖരിക്കാനുള്ള കഴിവിന്റെ വിന്നാണ്, അത്തരം ബോഡീസിന്റെ ആ ഒരു മികവിന്റെ ഒരു പ്രതിഫലനമാണ്. അതുപോലെ ഓരോ കാര്യത്തും പിന്നെ ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ ടെററിസ്റ്റ് ക്യാൻ റൺ ബട്ട് ദേ ക്യാൻ നോട്ട് ഹൈഡ് എന്ന് പറയുന്ന ഒരു സംഗതി. അവർക്ക് ഒരിക്കലും ഇന്ത്യയുടെ കണ്ണിൽ നിന്ന് ഒളിച്ച് രക്ഷപ്പെടാൻ പറ്റില്ല. നമ്മൾ എവിടെയാണെങ്കിലും ചേസ് ചെയ്ത് പിടിച്ചിരിക്കും എന്ന് പറയുന്ന ആ ഒരു സ്റ്റാൻസ് നമുക്ക് ഇന്ന് ഇപ്പോൾ ഉറപ്പിക്കാൻ കഴിയും. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ചന്ദ്രയാൻ ദൗത്യമൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ പറയാറുള്ള അതേ ഒരു ആർജവത്തോടു കൂടിയും ആ ഒരു വികാരത്തോടു കൂടിയാണ് നമ്മൾ പറയുന്നത്. തീവ്രവാദം നമ്മുടെ മണ്ണിൽ നടത്തിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ, നമ്മൾ സാധാരണ മൊസാദിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് രോമാഞ്ചം കൊള്ളുന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് രോമാഞ്ചം കൊള്ളാൻ ഇതുപോലെ ഇന്ത്യൻ കഥകൾ തന്നെ ഉണ്ട് എന്നും കൂടിയാണ് നമ്മൾ ഇതിനകത്ത് പറഞ്ഞു വെക്കുന്നത്. ഹെഡ്ലിയെ കൂടി നമുക്ക് കിട്ടേണ്ടതുണ്ട്.
ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ശ്രീ പത്മനാഭനിലേക്ക് എത്താം. കോൺഗ്രസിനകത്ത് നിന്ന് ചില എതിർ സ്വരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഉയർന്നിരുന്നു. പ്രൊഫസർ റോണി കെ ബേബി, മനീഷ് തിവാരിയാണ് പറഞ്ഞത്. ആ പുസ്തകത്തിൽ വളരെ കൃത്യമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് 10 ഫ്ലാഷ് പോയിന്റ്സ് 20 years എന്ന് പറയുന്ന പുസ്തകത്തിൽ. അത് കാര്യമായ ഒരു ഇടപെടൽ പിന്നീട് ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്നും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. മാത്രവുമല്ല, അദ്ദേഹം പറഞ്ഞ ഒരു കാലം കൂടി വളരെ പ്രസക്തമാണ്. ഗ്രൂപ്പ് ഓഫ് 23 എന്ന് പറയുന്ന കോൺഗ്രസിൽ വലിയ ഈ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിനെതിരെ വലിയ വിപ്ലവം നടന്നിരുന്ന സമയത്താണ് ഈ പുസ്തകം പുറത്തിറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ വാർത്താമാധ്യമങ്ങളിലടക്കം ഇടം പിടിച്ച ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ അങ്ങയെ ഓർമ്മിപ്പിക്കുന്നില്ല അങ്ങയുടെ പ്രതികരണം. നമുക്ക് ഇതുപോലെയുള്ള ടെററിസ്റ്റ് ആക്രമണങ്ങളോ രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ വരുമ്പോൾ രാജ്യത്തിനകത്ത് നിന്ന് മൈക്ക് വെച്ച് കിട്ടി പ്രസംഗിക്കാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. ഇത് ഏത് പാർട്ടിക്കാരായിക്കോട്ടെ, ഏത് നേതാക്കളായിക്കോട്ടെ. പക്ഷെ രാജ്യാന്തര തലത്തിൽ പോകുമ്പോഴത്തേക്കുണ്ട് അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്, ചില നിയമങ്ങളുണ്ട്. ഈ മുംബൈ ടെററിസ്റ്റ് അറ്റാക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് ആകെ കിട്ടിയ തെളിവ് എന്ന് പറയുന്നത് ഇവിടെ ബഹുമാനപ്പെട്ട NIA ഉദ്യോഗസ്ഥനുണ്ട്, അദ്ദേഹത്തിന് അറിയാം. നമുക്ക് അജ്മൽ കസം മാത്രമാണ്. അദ്ദേഹത്തിന്റെ ഭാഷാ പരിജ്ഞാനവും അദ്ദേഹത്തിന്റെ വിവര ഒക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാവുന്നത്. അയാളെ ചോദ്യം ചെയ്യാവുന്ന തെളിവുകൾ വെച്ച് മാക്സിമം ചോദ്യം ചെയ്തു. കിട്ടാവുന്ന എവിഡൻസ് വെച്ച് ഈ പാകിസ്ഥാനിലേക്ക് കളക്ട് ചെയ്യാവുന്ന അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ഗവൺമെന്റിലേക്ക് കളക്ട് ചെയ്യാവുന്ന ഒരു ഇൻഫർമേഷനും ഇല്ല. അയാളുടെ ആ കിട്ടിയ വിവരം എന്താ? അയാളുടെ വീട്ടിൽ ഭയങ്കര ദാരിദ്ര്യമായിരുന്നു, അയാൾക്ക് കുറച്ച് കാശ് തന്നേക്കാം, ബോംബെ തോക്കുമായിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അയാൾ തോക്കുമായിട്ട് ഇറങ്ങി വന്നു. അയാളെ നമ്മൾ എന്ത് ചെയ്തു? അയാളെ തൂക്കിലേറ്റി, അയാളെ വധശിക്ഷയ്ക്ക് വിധിച്ചു, വധശിക്ഷ നടപ്പാക്കി. ചെയ്യാവുന്ന മാക്സിമം നമ്മൾ ഇന്ത്യ ഗവൺമെന്റ് ചെയ്തു. വളരെ കൃത്യമായി തന്നെ നമ്മൾ ഈ ചർച്ചകളിൽ ബന്ധപ്പെട്ട ആൾക്കാരെല്ലാം പറയുന്നുണ്ട്. നമ്മൾ അതിനുശേഷം NIAക്ക് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു മൻമോഹൻ സിംഗ് സർക്കാർ. നമ്മൾ ഇന്ത്യ ഗവൺമെന്റ് കൊടുത്ത ഇൻഫോർമേഷൻ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന തദാവൂർ റാണയും അതുപോലെ തന്നെ ഹെറ്റ്ലിയും അറസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ ഹെറ്റ്ലി നമുക്ക് വിട്ടു തരുന്നില്ല. അതിന്റെ പ്രശ്നം പറഞ്ഞു. ഡബിൾ ഏജന്റ് ആണ് അമേരിക്ക. ഇതിനകത്ത് നമ്മൾ പിന്നെ അമേരിക്ക നമുക്ക് വേണ്ടി വലിയ ഔദാര്യം ചെയ്തു എന്നും നമ്മൾ കരുതേണ്ടതില്ല. അവർ അവരുടെ ഇൻട്രസ്റ്റ് കൃത്യമായി ചെയ്തിട്ടുണ്ട്. ഇതിന്റെ മുഴുവൻ സൂത്രധാരൻ എന്ന് പറയുന്നത് ഈ മുംബൈ ടെററിസ്റ്റ് അറ്റാക്കിന്റെ മുഴുവൻ ഗൂഢാലോചനയുടെ ആളെന്ന് പറയുന്നത് ഈ ഹെറ്റ്ലിയാണ്. ആ ഹെറ്റ്ലിയെ നമുക്ക് കിട്ടിയാൽ നമുക്കത് വലിയ നേട്ടമാണ്. കാരണം അദ്ദേഹമാണ് ഈ പാകിസ്ഥാനുമായി ഡയറക്റ്റ് ബന്ധമുള്ള ആള്. ഈ റാണി ഒരിക്കലും പാകിസ്ഥാനിൽ പോയിട്ടില്ല. അദ്ദേഹം ഇന്ത്യയിൽ അവിടെ ഇവിടെയൊക്കെ കറങ്ങി തന്നാതെ. പക്ഷെ ഈ ഹെറ്റ്ലി എന്താ ചെയ്യുന്നത്? അദ്ദേഹം ഓരോ തവണയും അമേരിക്കയിൽ നിന്ന് ഇന്ത്യ വരുന്നു. ഇന്ത്യയിൽ നിന്ന് അദ്ദേഹം നേരെ പോകുന്നത് അമേരിക്കയിലേക്കാണ്, അല്ല പാകിസ്ഥാനിലേക്കാണ്. പലതവണ അദ്ദേഹം പാകിസ്ഥാനിലേക്ക് പോയി. പുറത്ത് നോക്കിയേ, അദ്ദേഹം ഈ പറയുന്ന അമേരിക്കയുടെ CIA-യുടെയും പാകിസ്ഥാന്റെ ISI-യുടെയും ഇടയിലുള്ള ഡബിൾ ഏജന്റാണ്. അപ്പോൾ ഒരു കാര്യം നമ്മളോട് പറഞ്ഞു വെക്കേണ്ടത്, ഒരുപക്ഷെ അമേരിക്ക കൂടി അറിഞ്ഞാണോ ഈ ബോംബെയിലെ ടെററിസ്റ്റ് അറ്റാക്ക് നടന്നത് എന്ന് കൂടി നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതിന്റെ NIA തലപ്പത്തുണ്ടായിരുന്ന ലോക്നാഥ് ബെഹ്റ, ഇവിടെ DGP ആയിരുന്ന ലോക്നാഥ് ബെഹ്റ ഹെഡ്ലിയെ അവിടെ പോയി ചോദ്യം ചെയ്തതാണ്. ആ ചോദ്യം ചെയ്യലിൽ നിന്ന് തന്നെ വളരെ കൃത്യമായ വിവരങ്ങൾ ഇവിടുത്തെ ഏജൻസികൾക്ക് ലഭിച്ചതാണ്. തഹാവൂർ റാണയുടെ പങ്ക്, ഒപ്പം കൊച്ചി അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്ന ഗൂഢപദ്ധതികളെ കുറിച്ചുള്ള വിവരങ്ങൾ ഹെഡ്ലിയെ ചോദ്യം ചെയ്തതിൽ നിന്ന് ഈ ലോക്നാഥ് ബെഹ്റയ്ക്ക് കിട്ടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ എന്ത് നടപടി എടുത്തു എന്നത് വളരെ പ്രസക്തമാണ്. അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭനിലേക്ക് ഒന്ന് പോകുകയാണ്. ശ്രീ പത്മനാഭൻ, ഞാൻ നേരത്തെ പറഞ്ഞത് കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്ത് ഇതിലുണ്ടായ നടപടികൾ അത് വളരെ തൃപ്തികരമായിരുന്നില്ല എന്ന് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് തന്നെ, കോൺഗ്രസിന്റെ ക്യാമ്പിൽ നിന്ന് തന്നെ വിമർശനം ഉയർന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടല്ലോ. എന്നെ കേൾക്കാമോ? കേൾക്കാം. അപ്പോ ഞാൻ ചില കാര്യങ്ങൾ പറയാം. ഒന്ന്, ഈ NIA നിയമം കൊണ്ടുവന്നത് മൻമോഹൻ സിംഗ് സർക്കാരാണ്. NIA നിയമം, അതായത് ആ ഏജൻസി സ്ഥാപിക്കുന്ന നിയമം, ആ ദേശീയ അന്വേഷണ ഏജൻസിയുടെയുമായി കോൺഗ്രസ് സർക്കാർ ഒരു പ്രപ്പോസലായി വന്നപ്പോൾ സർവാത്മന പിന്തുണച്ചതാണ് BJPയും അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന ലാൽകൃഷ്ണ അഡ്വാനിജിയും ഒക്കെ. നമ്മൾ പറഞ്ഞത് ഇന്ത്യയിൽ ഇത്തരത്തിൽ അമേരിക്കൻ FBI-യുടെ മാതൃകയിൽ ഒരു ഏജൻസി ആവശ്യമാണ്. ദേശീയ തലത്തിൽ സാമ്പത്തിക കുറ്റകൃത്യങ്ങളും തീവ്രവാദ ആക്രമണങ്ങളും തീവ്രവാദ പ്രവർത്തനത്തെയും പറ്റി അന്വേഷിക്കാൻ അതിനെ പൂർണ്ണമായി പിന്തുണച്ചു. ഒരാൾ പോലും BJPയുടെ ഭാഗത്ത് നിന്ന് അതിലൊരു സംശയം ഉയർത്തുകയോ അതിന്റെ എന്തെങ്കിലും ഒരു അവസരത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അതിനെ എതിർക്കുകയോ ചെയ്തിട്ടില്ല. എന്നാൽ രണ്ടാം മോഡി സർക്കാർ NIA-യുടെ അധികാരങ്ങൾ വർദ്ധിപ്പിച്ചു. നേരത്തെ NIA-ക്ക് ഒരു കേസെടുക്കണമെങ്കിൽ IG ലെവലിലോ മറ്റോ ഉള്ള ഒരു ഉദ്യോഗസ്ഥന്റെ സാങ്ഷൻ വേണ്ടിയിരുന്നു. അത് ഒരു ഇൻസ്പെക്ടർ ലെവലിലേക്ക് എത്തിച്ചു. അതായത് ഇൻസ്പെക്ടറിന് കേസെടുക്കാനുള്ള അധികാരം കൊടുത്തു. ആ നിയമ ഭേദഗതിയെ കോൺഗ്രസ് അനുകൂലിച്ചതിലോ അവരെ എതിർക്കുകയല്ലേ ചെയ്തത്.
നമ്മൾ തീവ്രവാദികൾക്കും സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ രാജ്യത്തിന്റെ സമ്പദ്ഘടന തകർക്കാൻ ശ്രമിക്കുന്നവർക്കും എതിരെയുള്ള ഒരു ഏജൻസിക്ക് കൂടുതൽ അധികാരം കൊടുക്കുമ്പോൾ കോൺഗ്രസ് അതിനെ എതിർത്തു. ഇനി ഇവിടെ പാസ്പോർട്ട് ആധാർ കാർഡുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട്, ഇവിടെ ബാങ്ക് അക്കൗണ്ട് ആധാർ കാർഡുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട്, ഡ്രൈവിംഗ് ലൈസൻസ് ബന്ധിപ്പിച്ചിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. എന്നാൽ വോട്ടർ പട്ടികയെ ആധാർ കാർഡുമായി ബന്ധിപ്പിക്കാനുള്ള ശ്രമമായി മുന്നോട്ട് പോയപ്പോൾ അതിനെ എതിർക്കുന്നു. ആസാമിൽ NRC സുപ്രീം കോടതി പറഞ്ഞതാണ്, ആസാമിൽ NRC വേണം. ആ NRC എതിർക്കുന്നു. ബംഗ്ലാദേശിൽ ആധാർ കാർഡ് പരിശോധനയും മറ്റു കാര്യങ്ങളും അവിടുത്തെ തൃണമൂൽ കോൺഗ്രസ് എതിരാണ്. കാരണം അവിടെ അവരുടെ ഒരു വോട്ട് ബാങ്കാണ് ബംഗ്ലാദേശികൾ. ആസാമിൽ ബംഗ്ലാദേശികളെ ആരാണ് പിന്തുണയ്ക്കുന്നത് എന്ന് നമുക്കറിയാം. ആസാമിലെ മിനി ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ നിന്നും ജയിച്ചു വന്ന MP ആണ് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ഞങ്ങൾ ഈ നിയമത്തെ, അതായത് വഖഫ് നിയമത്തെ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ് പ്രസംഗിച്ചത്. ആ പ്രദേശം മിനി ബംഗ്ലാദേശ് എന്നാണ് അറിയപ്പെടുന്നത്. അതാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിന് ജയിച്ച ആളാണ്. 10 ലക്ഷം ഖാൻ അങ്ങോര ഭൂരിപക്ഷം, 11 ലക്ഷം ഖാൻ അങ്ങോരാണ് പാർലമെന്റിൽ വന്നിട്ട് പ്രസംഗിച്ചത് ഈ നിയമം ഞങ്ങൾ അതാണ് അമിത്ഷാ പറഞ്ഞത്. എന്താണോ പറയുന്നത്, ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ നിയമം അംഗീകരിച്ചേ പറ്റുള്ളൂ. ഓർമ്മയുണ്ടല്ലോ ആ തർക്കം അവിടെ നടന്നത്. അപ്പൊ ഇനി ഞാനൊരു വലിയ തമാശ പറഞ്ഞു. ഈ സാക്കിർ നായിക് എന്ന് പറയുന്ന ഒരു വിദ്വാനുണ്ട്, ഇപ്പൊ ഒളിവില, ഇന്ത്യയിലില്ല, പുറത്താ, ജീവനം കൊണ്ട് ഓടിയത് അവിടുന്ന്. അന്താരാഷ്ട്ര ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ഒരു ശക്തമായ കണ്ണിയാണ്. ഈ മനുഷ്യനെ കൊണ്ട് മുസൂരിയിലെ സിവിൽ സർവീസ് ട്രെയിനികൾക്ക് IAS, IFS, എന്താ പറയാ IRS, IPS ഈ ഉദ്യോഗസ്ഥന്മാരാവാൻ പോകുന്ന ട്രെയിനികൾക്ക് ക്ലാസ് എടുപ്പിച്ചിട്ടിരുന്നോ? ദിഗ്വിജയ് സിംഗ് മുൻകൈ എടുത്തിട്ട് UPA സർക്കാരിന്റെ കാലത്ത് ഈ കൊടും തീവ്രവാദി മുസൂരിയിലെ ട്രെയിനിങ് ക്യാമ്പിൽ ക്ലാസ് എടുത്തിരുന്നോ ഇല്ലയോ? ഉണ്ടെന്നുള്ളത് സത്യമല്ലേ? ഈ സാക്കിർ നായിക് അവിടെ ക്ലാസ് എടുത്തതല്ലേ? അപ്പോ എവിടെ ആരാണ്, എന്താ തെറ്റ്, എന്താ കുഴപ്പം? ഇവിടെ ആരാ കുഴപ്പമുണ്ടാക്കുന്നത്? അതാ ഞാൻ പറഞ്ഞത്. ഇപ്പോ കാനഡിയൻ പാസ്പോർട്ടുമായി ആളുകൾ ഇന്ത്യയിലേക്ക് വരുന്നത് എളുപ്പമായ ഒരു കാലം ഉണ്ടായിരുന്നു. ഇന്ന് കാനഡയിൽ ഇന്ത്യ വിരുദ്ധർ അജ്ഞാതര വെടിയേറ്റ് മരിക്കുകയാണ്. ഇന്ന് കാനഡയിൽ ഇന്ന് ലോകത്തിന്റെ ഏത് കോണിലും ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവൻ ഭീതിയിലാണ് ജീവിക്കുന്നത്. ഭീതി പണ്ട് ഇസ്രയേലിന്റെ കാര്യത്തിൽ മാത്രം, അല്ലെങ്കിൽ അമേരിക്കന്റെ കാര്യത്തിൽ മാത്രമേ സംഭവിക്കാറുണ്ടായിരുന്നു. ഇന്ന് ഇന്ത്യയുടെ കാര്യത്തിലും അങ്ങനെ സംഭവിക്കും. ലോകത്തിന്റെ ഏത് കോണിൽ ജീവിക്കുന്നവനും ഇന്ത്യ വിരുദ്ധ പ്രവർത്തനം നടത്തുമ്പോൾ അവനൊരു ഭീതിയുണ്ട്, എന്റെ പിന്നാലെ ആരോ ഉണ്ട്. ഈ ഒരു കാലഘട്ടത്തിന്റെ ഒരു ആറ്റിറ്റ്യൂഡിന്റെ മാറ്റമാണ്. അപ്പോ നിങ്ങൾ ഒരു കൈ കൊണ്ട് പ്രോത്സാഹിപ്പിക്കുകയും മറു കൈ കൊണ്ട് തടയുകയും ചെയ്താൽ അത് നടക്കൂല. ഇതൊരു ഫുൾ ഫ്ലെഡ്ജ്ഡ് വാറാണ്. ടെറർ ആക്ടിവിറ്റി, ടെററുമായിട്ടുള്ള വാർ, ഇത് എല്ലാ ടെററിനും. ഇപ്പൊ അമിത്ഷാ പാർലമെന്റിൽ പറഞ്ഞല്ലോ, 2026 മാർച്ച് 31 മുമ്പായി നക്സലിസത്തെ തകർക്കും, മാവോയിസത്തെ തകർക്കും. കൃത്യമായ ഒരു ഡേറ്റ് പറഞ്ഞല്ലോ, 2026 മാർച്ച് 31. അതിനു മുമ്പായി മാവോയിസത്തെ തകർക്കുമെന്ന് പറഞ്ഞു. അപ്പോ ഇതാണ് ആറ്റിറ്റ്യൂഡ്. സുരക്ഷാ സേന, പട്ടാളം എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു, ഇത്രയേറെ സ്വാതന്ത്ര്യം കിട്ടിയ ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. അപ്പോ ഈ ഒരു മാറ്റമാണ് ഇന്ന് രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ മാറ്റത്തിൻ്റെതായ ഗുണം ഇന്ന് രാജ്യത്തുണ്ട്. ഇന്നിപ്പോ എന്താ ബോംബ് പൊട്ടാത്തത്? ഇന്ന് വാരാണസിയിൽ ബോംബ് പൊട്ടുന്നില്ല, ഉത്തർപ്രദേശിലെ കോടതികളിൽ ബോംബ് പൊട്ടുന്നില്ല, ജയ്പൂരിൽ ബോംബ് പൊട്ടുന്നില്ല, ഹൈദരാബാദിൽ ബോംബ് പൊട്ടുന്നില്ല, മാലേഗാവിൽ ബോംബ് പൊട്ടുന്നില്ല, ബോംബെയിൽ ബോംബ് പൊട്ടുന്നില്ല, ഡൽഹിയിൽ ബോംബ് ഇന്നിപ്പോ എന്താ ബോംബ് പൊട്ടാത്തത്? ഇന്നിപ്പോ കാശ്മീരിൽ ബോംബ് പൊട്ടുവോ? ത്രിവർണ പതാകയും ത്രിവർണ നിറമുള്ള വൈദ്യുതി ലൈറ്റുകളും മിന്നിത്തിളങ്ങുകയാണ് ലാൽ ചൗക്കിൽ. ഒരു കാലത്ത് പാകിസ്ഥാൻ പതാകയായിരുന്നു ലാൽ ചൗക്കിൽ അവിടെ പാറിയത്. ഇന്ന് ലാൽ ചൗക്കിലോ കാശ്മീരിലോ എവിടെയെങ്കിലോ പാക് പതാക ഉയർത്താൻ ആർക്കും ധൈര്യമുണ്ടോ? ധൈര്യമില്ലാതെ മാത്രമല്ല, അവിടുത്തെ ചെറുപ്പക്കാര് ത്രിവർണ പതാകയുമായി അവരുടെ വീടുകളുടെ മുകളിലൊക്കെ ഉയർത്തുന്നു. സ്വാതന്ത്ര്യ ദിനത്തിനും റിപ്പബ്ലിക് ദിനത്തിനും ചെറിയ കുട്ടികളും വൃദ്ധന്മാരും അടക്കം റാലി നടത്തുന്നു. കാശ്മീർ മാറിപ്പോയില്ലേ ആ 370-ാം വകുപ്പ് എടുത്തു കളഞ്ഞപ്പോ? അപ്പോ ഈ മനോഭാവവും ഈ ആറ്റിറ്റ്യൂഡും ചെയ്തിരിക്കും എന്ന ഒരു ദൃഢനിശ്ചയവുമാണ് ഈ മാറ്റത്തിന്റെ പിന്നിൽ. യെസ്, പ്രൊഫസർ റോണി കെ ബേബി, അങ്ങയുടെ ഓർമ്മയിലേക്ക് ശ്രീ പത്മനാഭൻ സർ പറഞ്ഞു വെച്ച് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടി പറയുകയാണ്. അവിടെ പ്രിയങ്ക ഗാന്ധിക്ക് അവിടെ മഞ്ഞ് വാരി കളിക്കാൻ സൗകര്യമൊരുക്കിയത് കേന്ദ്ര സർക്കാരാണ്. അവിടെ ഈ 370 നിലനിൽക്കുന്ന സമയത്ത് അവിടെ പോകാൻ കഴിയുമായിരുന്നു എന്നത് ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ്. ടി കെ രാജ്മോഹൻ സർ, ഏജൻസികൾക്ക് ലഭിക്കുന്ന വലിയൊരു സ്വാതന്ത്ര്യം ഈ ഘട്ടത്തിൽ നമുക്ക് ചർച്ച ചെയ്യപ്പെടാതെ വയ്യ.
വളരെ കൃത്യമായി അത്തരം നടപടികൾ എടുക്കാൻ ഭാരത സർക്കാർ മുന്നോട്ട് നീങ്ങുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ എനിക്ക് അങ്ങനെ ഒരു സർക്കാർ മാത്രമാണ് പറയാൻ എനിക്ക് സാധിക്കില്ല. കാരണം ഞാനൊരു മുൻ ഓഫീസർ. അല്ല, അതിൽ വളരെ കൃത്യമായ ഒരു ഇടപെടൽ ഞാൻ അങ്ങയോട് നടത്തുകയാണ്. എനിക്ക് നേരിട്ടറിയാവുന്ന ഒരു വിഷയമാണ്. തടിയൻ്റെ അവിടെ നസീറിനെ ഇവിടെ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഒരു രാത്രി അവിടുത്തെ CAA നേരിട്ട് വിളിച്ച് മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവ്, അന്ന് ഇവിടെ ഉമ്മൻചാണ്ടി സർക്കാർ ഭരിക്കുന്ന സമയമാണ്, ഇവിടുത്തെ മുസ്ലിം ലീഗിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ് അന്നത്തെ മ്യൂസിയം CAA വിളിച്ചു പറഞ്ഞ് ഉടനടി റിലീസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അത് വളരെ കൃത്യമായി ഭരണപരമായ ഒരു ഇടപെടൽ അവിടെ ഉണ്ടായിരുന്നു തടിയൻ്റെ അവിടെ നസീറിന്റെ കാര്യത്തിൽ. പിന്നീട് തടിയൻ്റെ അവിടെ നസീറിന് എന്താണ് സംഭവിച്ചതെന്നൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ ഏജൻസികളെ കൂച്ചുവിലങ്ങിടുന്ന രീതി, ആ രീതിയിൽ ചെറിയൊരു മാറ്റം ഇപ്പോൾ കാണുന്നില്ലേ? അല്ല, അതിപ്പോൾ മാഡം ഈ തടിയൻ്റെ നസീറിൻ്റെ കാര്യം പറഞ്ഞല്ലോ. തടിയൻ്റെ നസീറിനെ അറസ്റ്റ് ചെയ്തത് ഞാൻ NIA-യിലുണ്ടാകുമ്പോൾ ഞാൻ അറസ്റ്റ് ചെയ്ത് അന്ന് മുതൽ അയാൾ ജയിലിൽ കിടക്കുകയാണ്. അപ്പോൾ ഏജൻസിൻ്റെ സംസ്ഥാന മേബി ശരിയായിരിക്കാം. കാരണം അപ്പോൾ നമ്മളൊരു ഏജൻസിയെ കുറ്റപ്പെടുത്താൻ ഞാനാണല്ല. കാരണം വെച്ചാൽ ചില സമയം ഈ ലോക്കൽ ഓഫീസർമാർക്ക് വേറെ വല്ല പ്രഷറുണ്ടാവുമായിരിക്കും സ്വാഭാവികമായിട്ട്. പക്ഷേ ഒരു പാൻ ഇന്ത്യ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കതിൻ്റെ ഒരു ബാക്കപ്പ് ഉണ്ട്. ആ ബാക്കപ്പിൽ ഇന്നത്തെ ഗവൺമെൻറ് കുറച്ചുകൂടെ സ്ട്രോങ് ആണെന്ന് എനിക്ക് പറയാം. ദാറ്റ് യു ക്യാൻ ടെൽ. അതായത് പിന്നെ ഈ ഒരു പാൻ ഇന്ത്യ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പം ആ ഓർഗനൈസേഷനിൽ പ്രൊഫഷണലിസം ഉണ്ട്. അത് ആ പ്രൊഫഷണലിസത്തിൽ ഇപ്പം നമ്മുടെ ഏത് ഏജൻസി ആയാലും ആ പ്രൊഫഷണലിസത്തിൽ വളം ചേർക്കാൻ വേണ്ടി ആരും അനുവദിക്കാറില്ല. പക്ഷെ സംസ്ഥാന പോലീസ് ആകുമ്പോൾ കുറച്ച് കോംപ്രമൈസൊക്കെ കുറച്ചും കൂടി ഡാല്യൂഷനും നടക്കുമായിരിക്കാം. പക്ഷേ ഇപ്പോൾ തടിയൻ്റെ നസീറിൻ്റെ കാര്യം പറഞ്ഞത് തന്നെ അയാൾ അന്ന് മുതൽ അയാൾ അറസ്റ്റ് ചെയ്തത് 2009 മുതൽ അയാൾ ഇന്ന് ജയിലിൽ കിടക്കുകയാണ്. അപ്പോൾ പല കേസിൽ നമ്മളെ കശ്മീർ തീവ്രവാദ കേസിൽ അയാൾ കൺവിക്റ്റഡ് ആണ്. കാലിക്കറ്റ് ട്വിൻ ബ്ലാസ്റ്റിൽ അയാൾ കൺവിക്റ്റഡ് ആണ്. നമ്മുടെ വേറെ ചില ബാംഗ്ലൂർ ബ്ലാസ്റ്റിൽ അയാൾ ഇൻവോൾവ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ പല കേസുകൾ ഇപ്പോൾ അയാൾ ജയിലിൽ കിടക്കുകയാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരു NIA ഓർഗനൈസേഷൻ സ്വാഭാവികമായിട്ടും പ്രൊഫഷണൽ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഏജൻസിക്ക് ഇപ്പോൾ ഈ ഗവൺമെൻറ്റിൽ നിന്ന് കുറേ കൂടി ബാക്കപ്പ് സ്വാഭാവികം കിട്ടുന്നുണ്ട്. ദേശദ്രോഹപരമായ കാര്യങ്ങൾ, ദേശസ്നേഹത്തിൻ്റെ കാര്യത്തിലൊക്കെ വളരെ വളരെ മുൻപന്തിയിലാണ്. അതിൽ എല്ലാ ബാക്കപ്പും ലഭിക്കുന്നുണ്ട് തീർച്ചയായിട്ടും. പക്ഷെ അത് ഓരോ ഗവൺമെൻറ്റും മാറി വരുമ്പോൾ ഡയലൂഷൻ നടക്കുന്നുണ്ടെന്ന് നാഷണൽ ലെവലിൽ നടക്കുന്നുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. നടക്കാൻ സാധ്യതയില്ല. കാരണം അതിൽ ഉദ്യോഗസ്ഥന്മാരൊക്കെ വളരെ ഒരു പൊളിറ്റിക്കലാണ്. അതായത് പൊളിറ്റിക്സ് അല്ല അത് രാജ്യത്തിൻ്റെയും ദേശത്തിൻ്റെയും സ്നേഹമാണ്. ഞാനും നിങ്ങളും ഈ നാടിനോട് കടപ്പെട്ട ആൾക്കാരാണ്. ഞാനും നിങ്ങളിവിടെ സർവേ ചെയ്യുന്നത് ഈ നാട് ഇവിടെ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഏജൻസികളെല്ലാം പരിപൂർണ്ണ വിശ്വാസത്തിൽ എടുക്കേണ്ടവരാണ്, ഒരു സംശയവുമില്ല. പക്ഷേ ചില സംസ്ഥാനങ്ങളിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പോലീസിലെ പച്ചവെളിച്ചത്തെക്കുറിച്ചൊക്കെ നമുക്ക് അങ്ങനെ തള്ളിക്കളയാൻ കഴിയുമോ? പോലീസിലെ പച്ചവെളിച്ചമൊക്കെ വളരെ കൃത്യമായി ഇപ്പോഴും സജീവമല്ലേ? ഇല്ല, അതുകൂടി മുൻനിർത്തിക്കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഈ ഏജൻസികളെ, അന്വേഷണ ഏജൻസികളെ, പോലീസിനെയൊക്കെ എത്രത്തോളം സ്വാതന്ത്ര്യം ആരാണ് നൽകുന്നത് എന്ന ചോദ്യം കൂടി ഈ കാലഘട്ടത്തിൽ പ്രസക്തമാകുന്നത് അതുകൊണ്ടാണ്. തീർച്ചയായിട്ടും ഈ പോലീസിന്, സംസ്ഥാന പോലീസിന് ഒരുപാട് പുഴുക്കുത്തുകളുണ്ട്. നമ്മുടെ ക്രെഡിബിലിറ്റി ബാധിക്കുന്ന തരത്തിൽ പെരുമാറുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത് അവർക്ക് വല്ല സ്ഥാപിത താല്പര്യമുണ്ട്. പക്ഷെ അത് മെജോറിറ്റി അങ്ങനല്ല. മൈനോറിറ്റിയാണ്. അവർക്ക് അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഏത് കോംപ്രമൈസിനും തയ്യാറാവും. അങ്ങനെ കോംപ്രമൈസ് തയ്യാറാവുമ്പോഴാണ് ഈ എഫിഷ്യൻസി ഓഫ് ദ ഫോഴ്സ് നഷ്ടപ്പെടുന്നത്. അപ്പോൾ അത്തരത്തിൽ നഷ്ടപ്പെടുന്നതിന് പ്രധാന കാരണക്കാർ ഉദ്യോഗസ്ഥന്മാരാണ്. കാരണം അവർ അവരുടേതായ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ പല വിട്ടുവീഴ്ചകളും ചെയ്യുമ്പോൾ അതാണ് നേരത്തെ മാഡം പറഞ്ഞ മാതിരി ഇറക്കിക്കൊണ്ടുപോയിരിക്കുകയാണ്. പക്ഷെ അതൊക്കെ നമ്മളെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക്, ആൻറ്റി ടെററിസം ആക്ടിവിറ്റീസിന് കടിഞ്ഞാണിടുന്ന കാര്യമാണ്. നമ്മുടെ സംസ്ഥാനത്ത് അത് കുറേ കൂടി നന്നായിട്ട്, കുറേ കൂടി എഫിഷ്യൻ്റായിട്ട് പ്രവർത്തിക്കേണ്ട ഒരു ഏജൻസിയാണ് നമ്മുടെ ആൻറ്റി ടെററിസം ഗ്രൂപ്പ് ATS. പക്ഷേ ATSന് ഇപ്പോഴും തന്നെ എഫക്റ്റീവായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടോ എന്ന് എനിക്കൊക്കെ സംശയം. സ്വാഭാവികമായി ബലപ്പെടുന്ന കുറെ കാര്യങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ മുന്നിൽ വരുന്നത്. ജനറൽ ഡിബേറ്റ് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഡോക്ടർ ആരിഫ് ഹുസൈനിലേക്കാണ്. ഡോക്ടർ ആരിഫ് ഹുസൈൻ, ഭീകരതയ്ക്കെതിരെയുള്ള രാജ്യത്തിൻ്റെ പോരാട്ടത്തിൽ സുവർണ നിമിഷങ്ങളിലൂടെ രാജ്യം കടന്നു പോവുകയാണ്. പക്ഷേ ഇവിടെ നോക്കൂ, ഈ കൊച്ചു കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത്? കഴിഞ്ഞ ദിവസം, ഇന്നലെയാണ് സോളിഡാരിറ്റിയുടെ ഒരു മാർച്ച് ഇവിടെ ഇന്റർനാഷണൽ എയർപോർട്ടിന് മുന്നിലേക്ക് നടന്നത്. അത് വഖഫ് ഭേദഗതി നിയമത്തിനെതിരെയായിരുന്നു. മിക്ക മുസ്ലിം രാജ്യങ്ങളും നിരോധിച്ച മുസ്ലിം ബ്രദർഹുഡിൻ്റെ
സ്ഥാപകനെ ആരാധിക്കുകയാണ് ഇവിടെ മലപ്പുറത്തുണ്ടായത്. സയ്യിദ് ഖുത്തുബ് എന്ന മുസ്ലിം ബ്രദർഹുഡ് സ്ഥാപക നേതാവിൻ്റെ ചിത്രം പൊക്കിപ്പിടിച്ച് കേരളത്തിൽ SIO പ്രകടനം നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഇതിൽ വലിയ പ്രതികരണങ്ങളും ഉണ്ടായിട്ടുണ്ട്. യഹിയ സിൻവാർ അടക്കമുള്ള ഹമാസ് നേതാക്കളുടെ ചിത്രം നമ്മൾ നേരത്തെ ഇതേപോലൊരു വിഷയത്തിൽ നമ്മൾ കണ്ടതാണ്. അവിടെ ഒരു നേർച്ചയുമായി ബന്ധപ്പെട്ട് ഈ ഭീകരന്മാരുടെ ചിത്രം ആനപ്പുറത്ത് എഴുന്നള്ളിക്കുന്ന ദൃശ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ നോക്കൂ, വലിയൊരു ഭീകരതയ്ക്കെതിരായ യുദ്ധം നമ്മൾ നടത്തുമ്പോൾ ഇവിടെ ഇസ്ലാമിക തീവ്രവാദം ഊട്ടിയുറപ്പിക്കുന്ന ഘടകങ്ങൾ ഇവിടെ പ്രവർത്തിക്കുകയാണ്. അതുകൂടി ഈ ഘട്ടത്തിൽ ചേർത്ത് വായിച്ചു പോകേണ്ടതല്ലേ? ഇവിടെ യഹിയ സിൻവർ ആയാലും അതുപോലെ തന്നെ ഇപ്പോൾ ഇസ്മായിൽ ഹനിയ പോലെയൊക്കെയുള്ള ഈ ഹമാസ് തീവ്രവാദ സംഘ അതിന്റെ നേതാക്കൾ അവർ ഇച്ചിരി കൂടിയൊക്കെ ജീവനോട് ആ പേജറൊക്കെ പൊട്ടുന്നതിനൊക്കെ മുന്നേ അവരും ബാക്കിയുള്ളവരൊക്കെ ഇതേപോലെ ജീവനോട് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അവര് എഴുതി പറഞ്ഞേനെ, അതായത് ജനിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മുസ്ലിമായിട്ട് ഇന്ത്യയിൽ ജനിക്കണമായിരുന്നു എന്ന് അവർ പറഞ്ഞേനെ. ഇതാണ് എനിക്ക് അതിൽ പറയാനുള്ളത്. കാരണം എന്താണ്, നമ്മൾ ഈ നിരോധനമൊക്കെ പോട്ടെ, സംഘടനകളെ തീവ്രവാദ പട്ടികയിലേക്ക് ചേർത്തൊക്കെ പോട്ടെ, സ്വന്തം നാട്ടില് അതായത് ഈ പറയുന്ന ഗാസയിലെ ജനങ്ങൾ തന്നെ ഹമാസിന്റെ സ്വാതന്ത്ര്യ സമര പോരാളികളെ പിടിച്ചിട്ട് തല്ലിക്കൊല്ലുന്ന അവസ്ഥയാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വന്തം ജനത അവരെ സ്വാതന്ത്ര്യ സമര പോരാളികൾ നമ്മൾ വിളിക്കുകയാണ്, അവരെ തല്ലിക്കൊല്ലാണ്. അവർ മുഴക്കുന്ന മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറങ്ങിപ്പോകൂ, ആ ഹോസ്റ്റേഴ്സിനെ തിരിച്ചുവിടൂ, ഞങ്ങൾക്ക് സമാധാനം വേണം, ഞങ്ങളെ നാട് നിങ്ങളാണ് നശിപ്പിച്ചത്, ഈ യുദ്ധം അവസാനിക്കണം എന്ന് അവരുടെ സ്വന്തം നാട്ടുകാർ പറയുമ്പോഴും ഇവിടെ ഇവർക്ക് വേണ്ടിയിട്ട് ജയ് വിളിക്കുന്ന ആളുകൾ മാറുന്നു. അവർക്ക് വേണ്ടിയിട്ട് ഇതേപോലെ കഫിയെ, ഞാൻ ഈ കഫിയെ ഇവിടെ എൻ്റെ കസേരയിൽ എൻ്റെ മൂഡ് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു, അതാണ് ഞാൻ ഉപയോഗിക്കാറ്. ഇതാണ് ഇവിടെ നടക്കുന്നത്. എന്താ കണ്ടത്, മുഖ്യമന്ത്രി അതൊക്കെ തോളിലിട്ടിട്ട് മറ്റേ ചീരാപ്പ് തുടയ്ക്കുന്നതൊക്കെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ രീതിയിലൊരു വശത്ത് നടക്കുന്നു. ഇനി മറ്റൊരു വശത്ത് എന്താണ്, ഇപ്പൊ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യമാണ് സയ്യിദ് ഖുത്തുബിനെയും അല്ലെങ്കിൽ ഇതുപോലെയുള്ള ആളുകളൊക്കെ ഇങ്ങനെ എടുത്തു പൊക്കിക്കൊണ്ട് നടക്കുന്നത്, അതിനെക്കുറിച്ച് നിങ്ങൾ ചോദിക്കും. എനിക്ക് ചോദിക്കാനുള്ളത്, ഇവരെയൊക്കെ ഇതുപോലെ പൊക്കിക്കൊണ്ട് നടക്കാനുള്ള വഴി വെട്ടിക്കൊടുക്കുന്ന ആരാണ്? ഇന്നിവിടെ ഭരിക്കുന്ന പാർട്ടി BJP ആയിരിക്കുമ്പോൾ ഈ ജമാഅത്ത് ഇസ്ലാമി, ഈ സയ്യിദ് ഖുത്തുബ ആയാലും അതല്ലെങ്കിൽ ഈ മൗദൂദി എന്ന ആശയങ്ങൾ ഏതു തന്നെയായാലും ബ്രദർഹുഡോ എന്തു തന്നെയായാലും ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള സാധനം എന്ന് പറയുന്നത് ഈ മൗദൂദി, ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമി ആശയങ്ങളാകുമ്പോൾ ഈ ജമാഅത്ത് ഇസ്ലാം ഇതിനെല്ലാം അടിവേറായിട്ടുള്ള ജമാഅത്ത് ഇസ്ലാമിയെ നിരോധിക്കാൻ എന്ത് തടസ്സമാണ് ഇവിടെ ഈ BJP ഗവൺമെന്റിന് മുന്നിലുള്ളത്? ഇതാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മളിത് ഏതോ കാലം പറയുന്നുണ്ട്, ഈ ഹമാസിനെ ഒരു തീവ്രവാദ സംഘടനയായിട്ട് പ്രഖ്യാപിക്കാൻ എന്ത് തടസ്സമാണ് ഇവിടുത്തെ BJP ഗവൺമെന്റിനുള്ളത്? അത് ചെയ്യാതെ BJPയുടെ ഭാഗത്ത് അല്ലെങ്കിൽ ഇന്നത്തെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ ബാക്കിയുള്ള ആളുകൾ അവർക്കത് ചെയ്യാതിരിക്കാൻ ഈ ആശയപരമായിട്ടുള്ള കാരണങ്ങൾ നിലനിൽക്കെ, നിയമപരമായിട്ടുള്ള തടസ്സം ഇല്ലാതെ നിൽക്കെ അവരത് ചെയ്യുമ്പോൾ എന്തുകൊണ്ടത് ചെയ്യുന്നു എന്ന് ചോദിക്കുന്നതിൽ വലിയ സാങ്കത്യമില്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം എന്താണ്, ഇപ്പോൾ സപ്പോസ് ഇവർക്ക് ഇതിന് പകരം നമ്മളെ റൌഫിന്റെ അവിടെ ഉണ്ട തിന്നുമ്പോൾ അവിടെ ഉമ്മാന്ന് വിളിച്ച് നിലവിളിക്കുന്ന നമ്മളെ റൌഫിക്കയുടെ പടം വെച്ചിട്ട് ഇതേപോലെ ഒരു പ്രകടനം നടത്താൻ ഇവർക്ക് സാധിക്കുമോ? ഇവരുടെ സ്വന്തം നാട്ടിലെ സ്വാതന്ത്ര്യ സമര പോരാളിയാണല്ലോ, റിപ്പബ്ലിക് ആക്കാൻ വേണ്ടി നടന്നത്. എന്തുകൊണ്ട് അവർക്ക് അത് സാധിക്കാത്ത? കാരണം അങ്ങനെ ചെയ്താൽ വിവരം അറിയും, ഉണ്ട തിന്നും, പൊക്കിയവൻ അവിടെ കുടുങ്ങും എന്നുള്ളത് അവർക്കറിയാം. കാരണം പോപ്പുലർ ഫ്രണ്ട് ഒരു നിരോധിത സംഘടനയായിട്ട് ഇവിടെ പ്രഖ്യാപിച്ചു, ഒരു തീവ്രവാദ സംഘടനയായിട്ട് ഇവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് അത് ചെയ്താൽ കുടുങ്ങും എന്നറിയുന്നുണ്ട്. അപ്പൊ ഈ സന്ദേശമാണ് ഇവിടുത്തെ വലിയ കാര്യം. അത് ചെയ്യേണ്ട ആളുകൾ അത് ചെയ്യാതെ ഇരിക്കുകയും എന്നിട്ട് ഇതുപോലുള്ള കൂടുതൽ മുസ്ലിങ്ങളെ തീവ്രവാദ പ്രവർത്തനത്തിലേക്ക് ആകൃഷ്ടത തോന്നിപ്പിക്കുമാറ് ഇത്തരം ആക്ടിവിറ്റീസ് ഉണ്ടാക്കി വെക്കുകയും ഇതുപോലെ സമ്മേളനങ്ങൾ നടത്തുക അല്ലെങ്കിൽ ആനപ്പുറത്ത് കയറ്റുകയും ഒക്കെ ചെയ്യാനുള്ള വഴി വെട്ടിക്കൊടുത്തുകൊണ്ട് അതിലേക്ക് ആകർഷിക്കപ്പെടുന്ന മുസ്ലിം ജനത, നമ്മളുടെ സ്വന്തം വേണ്ടപ്പെട്ട ആളുകൾ, അവര് ഇതിലേക്ക് ഇരകളാക്കുന്നത് നമുക്ക് നോക്കി നിൽക്കാനേ കഴിയുന്നുള്ളൂ. അവരതിൽ നിന്ന് തടയണമെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട എന്താണ്, ഇതിൽ തീവ്രവാദികൾ ആരൊക്കെ എന്ന് പിൻ പോയിന്റ് ചെയ്ത് അവരുടെ മേത്തൊരു ചാപ്പ കുത്തി വിടണം. ആ കുത്തിവിടലാണ് ഈ നിരോധിത സംഘടനയാണെന്ന് അവിടെ എഴുതി ചേർക്കുക എന്ന് പറയുന്നത്. അത് ചെയ്യാത്തത്, വൈകുന്നത്, അത് വലിയ പ്രശ്നം സൃഷ്ടിക്കും. എത്രയും പെട്ടെന്ന് ഹമാസിനെ തീവ്രവാദ സംഘടനയായിട്ട് പ്രഖ്യാപിക്കണം, ജമാഅത്ത് ഇസ്ലാമിയെ തീവ്രവാദ സംഘടനയായിട്ട് പ്രഖ്യാപിക്കണം. ഇതിനെല്ലാം ഊടുംപാവും നെയ്തു കൊടുക്കുന്ന ഇതുപോലെ SDPI പോലെയുള്ള അതിന്റെ ആ പോരാളിക്കൂട്ടത്തെ അവരെയും നിരോധിച്ചേ പറ്റുള്ളൂ എന്ന് തന്നെയാണ് ഞാൻ പറയാം. പിന്നെ ഇതിനെല്ലാം കുഴലൂത്ത് നടത്തുന്ന നമ്മുടെ മുക്കാൽ മീഡിയ അവരെന്താ ചെയ്യുന്നത്? പച്ചയായിട്ട് ആ ചാനലിൽ ഇരുന്നിട്ട് അവർ പറയുന്നത് ഈ ദേശവിരുദ്ധതയും അതുപോലെ തന്നെ മുസ്ലിങ്ങളെ കൂടുതൽ തീവ്രവാദത്തിലേക്ക് അടുപ്പിക്കുന്ന തരത്തിലുള്ള ആശയങ്ങളാണ് അവർ ഓരോ രാത്രിയും അവർ അവിടെ എന്താണ് ഔട്ട് ഓഫ് ഫോക്കസ് എന്നും പറഞ്ഞിട്ടൊക്കെ ഇരുന്ന് അവിടെ വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. ഇതെന്തുകൊണ്ട് ഇത് തടയുന്നില്ല? അപ്പൊ ഇത് ചെയ്യേണ്ട ആളുകൾ അത് ചെയ്യണം. അത് ചെയ്യാതെ ഇത് മുഴുവൻ ജനങ്ങൾ സ്വമേധയാ മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ അർത്ഥമില്ല. നിയമപരമായിട്ട് എടുക്കേണ്ട സ്റ്റെപ്സ് അത് ഗവൺമെന്റ്സ് എടുത്തേ പറ്റുള്ളൂ. അതിന്റെ ഒരു വീഴ്ച BJPയുടെ ഭാഗത്തുണ്ട് എന്ന് തന്നെയാണ് എനിക്കതിൽ പറയാനുള്ളത്.
അതാണ് ഡോക്ടർ ആരിഫ് ഹുസൈൻ മുന്നോട്ട് വെക്കുന്നത്. പ്രൊഫസർ റോണി കെ ബേബി, ഇപ്പോൾ ഞാൻ ഈ ചൂണ്ടിക്കാണിച്ച ഈ വിഷയത്തിൽ കോൺഗ്രസിൻ്റെ ചർച്ചകളിൽ പങ്കെടുക്കുന്ന ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന ജിൻഡോ ജോൺ അടക്കം അവിടെ അതിഥിയായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയോടൊക്കെ തൊട്ടുകൂടായ്മ വളരെ രഹസ്യമായി നടത്തിയിരുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ വളരെ കൃത്യമായി ജമാഅത്തെ ഇസ്ലാമി സംഘടിപ്പിക്കുന്ന പരിപാടികളിലൊക്കെ വളരെ കൃത്യമായി കോൺഗ്രസിന്റെ പ്രതിനിധികളൊക്കെ കടന്നു ചെല്ലുകയാണ്. വളരെ ചുരുക്കി കുറച്ച് സമയമേ നമ്മുടെ മുന്നിലുള്ളൂ. അല്ല, നമ്മളിപ്പോൾ ഇതൊക്കെ ഇങ്ങനെ സംസാരിച്ചു പോകുന്ന ഇപ്പോൾ മുഴുവൻ ഈ തീവ്രവാദത്തിന്റെ മുഴുവൻ ഉത്തരവാദി കോൺഗ്രസ് ആണ് എന്ന രീതിയിലുള്ള ഒരു നരേഷനാണല്ലോ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ പഞ്ചാബിലെ തീവ്രവാദമൊക്കെ അടിച്ചമർത്തിയതും അതിനുവേണ്ടി ഇന്ദിരാഗാന്ധിയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ബിയാൻ സിംഗ് ഒക്കെ രക്തസാക്ഷികളായി മാറിയെന്ന് ചരിത്രമൊന്നും നമ്മൾ മറക്കരുത്. രാഷ്ട്രീയം പറയുകയാണെങ്കിൽ 1999 കന്ദഹാറും 2001 പാർലമെന്റ് ആക്രമണമൊക്കെ നടക്കുമ്പോൾ ആരായിരുന്നു ഇന്ത്യ ഭരിച്ചത് എന്നുകൂടി ഓർക്കുക. പ്രിയങ്ക ഗാന്ധി അവിടെ മഞ്ഞുവാരി കളിച്ചു എന്ന് പറയുന്നു. ഇവിടെ ഡോക്ടർ BJPയുടെ പ്രസിഡന്റ് ആയിരുന്ന മുരളി മനോഹർ ജോഷി അദ്ദേഹം ലാൽ ചൗക്കിൽ ദേശീയപതാക ഉയർത്തി. അന്ന് ഇന്ത്യ ഭരിച്ചിരുന്ന പാർട്ടി കോൺഗ്രസ് ആയിരുന്നു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്ത മുംബൈ ഭീകരവാദാക്രമണം ഉണ്ടല്ലോ, അന്ന് അറ്റാക്ക് നടന്നപ്പോൾ അതിനുശേഷം അന്ന് പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് പ്രതിപക്ഷ നേതാവായിരുന്ന അദ്വാനിയോട് പറഞ്ഞു നമുക്ക് ഒന്നിച്ചു പോകാം, ഒരേ വിമാനത്തിൽ നമുക്ക് ബോംബെയിൽ പോകാം, ബോംബെയിൽ പോയി ഇവിടെ ഭരണ പ്രതിപക്ഷ ഒറ്റക്കെട്ടാണെന്ന് നമുക്ക് ജനങ്ങൾക്ക് സന്ദേശം കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അദ്വാനി അതിനു മുന്നേ വിമാനം കയറി ബോംബെയിൽ ചെന്നു, ഗവൺമെന്റിനെ വിമർശിച്ചു. തൊട്ടു പിന്നാലെ നടന്ന ഡൽഹി ഇലക്ഷനിൽ BJP അടിമോദറി പരാജയപ്പെട്ട് ദയനീയമായി പോയി എന്നൊരു ചിത്രം നമ്മൾ മറക്കരുത്. ഞാൻ പറഞ്ഞു ഒരു ഒറ്റ കാര്യമുള്ളൂ, ഇത് ആരുടെയും നേട്ടമോ കോട്ടമോ അല്ല. നമ്മൾ ഈ തീവ്രവാദം നേട്ടമോ എന്നത് ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. അങ്ങേക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇത് വളരെ കൃത്യമായി നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ അത് വളരെ കൃത്യമായി അന്ന് ട്രംപ് ഉറപ്പു നൽകി തഹാവൂർ ഹുസൈൻ റാണയെ ഇന്ത്യക്ക് കൈമാറും, അതിൽ നിബദ്ധമാണ് അമേരിക്ക എന്നുള്ള കാര്യം വളരെ കൃത്യമായി പറഞ്ഞു. ആ രാഷ്ട്രീയ ഇച്ഛാശക്തിയല്ലേ നമ്മളിപ്പോൾ ഭാരതത്തിൽ കാണുന്നത്. അഡ്വക്കേറ്റ് ശ്രീപത്മനാഭൻ. അല്ല, അതെന്താ അറിയോ, ഇപ്പൊ ഞാനിപ്പം പറഞ്ഞില്ല, ആറ്റിറ്റ്യൂഡാണ്. അതായത് കാര്യങ്ങൾ തീരുമാനിക്കുക, അത് എന്ത് വില കൊടുത്തും നടപ്പിലാക്കുക. ഇപ്പൊ ഇവിടെ ഡോക്ടർ ഹാരിഫ് ഹുസൈൻ പറഞ്ഞു എന്താണ് ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിക്കാത്തത്, എന്താണ് ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്തുന്ന ആളുകളെ നിരോധിക്കാത്തത്. ഇപ്പൊ കേന്ദ്ര സർക്കാരിന്റെ നയം എന്താണ്? മുസ്ലിം ജനസാമാന്യത്തെ അല്ലെങ്കിൽ സാധാരണ ജനങ്ങളെ അലിയനേറ്റ് ചെയ്യാതെ, അവരെ പാർശ്വവൽക്കരിക്കാതെ, അവരെ സർക്കാരിൽ നിന്നോ രാജ്യത്തിനോ അകറ്റാതെ തീവ്രവാദികളെ മാത്രം തെരഞ്ഞു പിടിച്ചു ഉന്മൂലനം ചെയ്തും ഇല്ലാതാക്കിയും രാജ്യത്തും പ്രദേശത്തും സമാധാനം കൊണ്ടുവരിക. അതാണ് കാശ്മീരിൽ വിജയിച്ച തന്ത്രം. കാശ്മീരിലെ സാധാരണ ജനവിഭാഗം ഇന്ത്യയിലേക്ക് കൂടുതൽ അടുത്തു. ഇത്തവണത്തെ വോട്ടിംഗ് പെർസെന്റേജ് 55 ആണ്. ചരിത്രത്തിൽ, അതായത് ഒരു 30 കൊല്ലത്തിന് ശേഷം 55% പോളിംഗ് നടന്നു. സിനിമാശാലകൾ കാശ്മീരിൽ തുറന്നു. കാശ്മീരിൽ സിനിമാശാലകൾ തുറന്നു, മദ്യശാലകൾ തുറന്നു. അവിടെ ഈ ടൂറിസ്റ്റുകൾക്ക് മദ്യം വേണം, അത് തുറന്നു. അപ്പൊ കാശ്മീരിൽ ഒരു പ്രശ്നമില്ല, ആർക്കും ഒരു പ്രശ്നമില്ല. കള്ളു കുടിക്കണ്ടോ കുടിച്ചാൽ പോരെ, അല്ലാത്ത കുടിക്കണ്ടല്ലോ. സിനിമയ്ക്ക് പോകണ്ടോ പോയാൽ പോരെ. അപ്പോ സാധാരണക്കാരായ ജനങ്ങളെ അകറ്റാതെ അവരെ ചേർത്ത് നിർത്തി അവർക്ക് വികസനം എത്തിച്ച്, അവർക്ക് നല്ല റോഡ്, അവർക്ക് നല്ല തൊഴിലവസരങ്ങൾ, അവർക്ക് ടൂറിസം സാധ്യതകൾ, വരുമാന സാധ്യതകൾ എത്തിക്കുന്നതോടൊപ്പം തീവ്രവാദികളെ തെരഞ്ഞു പിടിച്ചു ഇല്ലായ്മ ചെയ്യുക. അപ്പൊ അതാണ് തീവ്രവാദത്തിനെതിരാണ് BJP. പക്ഷേ സാമാന്യ മുസ്ലിം ജനവിഭാഗത്തിനെതിരല്ല. ഇതാണ് കാശ്മീരാണ് ഏറ്റവും വലിയ ഉദാഹരണം. അപ്പൊ അങ്ങനെയുള്ള ഒരു ഡബിൾ എഡ്ജ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ രണ്ട് എന്താ പറയാ ഇരുതല മൂർച്ചയുള്ള വാളായിട്ട് പോകുന്നത് അതായത് ജമ്മു കാശ്മീരിന്റെ കാര്യം പറയുമ്പോൾ തന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെ കാര്യം പറയുമ്പോൾ ഞാൻ പറയാണ്, ജമ്മു ആൻഡ് കാശ്മീരിലെ ജമാഅത്ത് ഇസ്ലാമിയെ നിരോധിച്ച സംഘടനയാണ്. അപ്പോ ഇതേ ജമാഅത്ത് ഇസ്ലാമിയും ഈ ബാക്കിയുള്ള ജമാഅത്ത് ഇസ്ലാമിയും ഒരേ സാധനമാണ്. അപ്പൊ അവിടെ നിരോധിക്കാമെങ്കിൽ എന്തുകൊണ്ട് ഇവിടെ നിരോധിക്കുന്നില്ല? ഈ സയ്യിദ് കുത്തുബിന്റെ ആശയം തന്നെയല്ലേ? അപ്പൊ സയ്യിദ് കുത്തുബ് പ്രശ്നമാണെന്നുണ്ടെങ്കിൽ സയ്യിദ് കുത്തുബിന്റെ ആശയവും പ്രശ്നമാണ്. പിന്നെ നമ്മളിവിടെ പറയുന്നത് എന്താണ്? ആശയമാണ് ഇവിടുത്തെ പ്രശ്നം. ഇവിടെ തീവ്രവാദികളെ കുറിച്ച്, തീവ്രവാദ സംഘടനയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഉടനെ അത് മുസ്ലിമിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ തന്നെയാണ് ഇതിന് അബദ്ധം വരുന്നത്. നമ്മൾ മുസ്ലിങ്ങൾക്ക് കാണിച്ചു കൊടുക്കണം ഈ സംഘടന തീവ്രവാദികൾ ഉണ്ടാക്കുന്ന സംഘടനയാണ് എന്ന് കാണിച്ചു കൊടുക്കാനുള്ള അവസരമാണ് ഈ നിരോധനത്തിലൂടെ ഉണ്ടാകുന്ന സന്ദേശം എന്നാണ് ഞാൻ പറഞ്ഞത്. അത് ഗവൺമെന്റ് ചെയ്തേ പറ്റൂ. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ എന്തായാലും ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷെ വൈകും തോറും കൂടുതൽ മുസ്ലിങ്ങൾ ഇരകളാകും. അഡ്വക്കേറ്റ് ശ്രീപത്മനാഭൻ, അങ്ങേക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരു ഗവൺമെന്റ് ഒരു ലക്ഷ്മണ രേഖ വരച്ചിട്ടുണ്ട്. ആ ലക്ഷ്മണ രേഖ ലംഘിക്കുമ്പോഴാണ് ഗവൺമെന്റ് നടപടിയെടുക്കുക. അതാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ കാര്യത്തിൽ സംഭവിച്ചത്. അപ്പൊ ലക്ഷ്മണ രേഖ വരച്ചുകൊണ്ടുള്ള സർക്കാർ
തികച്ചും ജനാധിപത്യ രീതിയിലേ മുന്നോട്ട് പോകുള്ളൂ. അപ്പൊ അത് വിജയിച്ചിരിക്കുകയാണ്. ഈ സർക്കാരിന്റെ നയം വിജയിച്ചിരിക്കുകയാണ്. കാരണം ഈ 10, 50, 60, 70 വർഷമായി പരിഹരിക്കാൻ പറ്റാത്ത കാശ്മീർ പ്രശ്നമാണ് പരിഹരിച്ചിരിക്കുന്നത്. അപ്പൊ അതിനെ അംഗീകരിച്ചേ പറ്റൂ. നയം കറക്റ്റാണ്, ശരിയായ ദിശയിലൂടെയാണ് ഗവൺമെന്റ് പോകുന്നത് എന്നുള്ളത് സത്യമാണ്. യെസ്, അതിർത്തിക്ക് അപ്പുറത്ത് നിന്നും നുഴഞ്ഞു കയറി ഭാരതത്തെ ആക്രമിച്ചവരെ മാത്രമല്ല, രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ആരെല്ലാം മുംബൈ ഭീകരാക്രമണത്തെ അടക്കം ഉപയോഗപ്പെടുത്തി എന്നതിൻ്റെ കൂടി ഉത്തരങ്ങളാണ് രാജ്യം കാത്തിരിക്കുന്നത്. തഹാവൂർ ഹുസൈൻ റാണയിൽ നിന്നും ഭാരതം ഇനി എന്തെല്ലാം വിവരങ്ങളാണ് അറിയാൻ പോകുന്നത് എന്ന് നമുക്ക് കാത്തിരിക്കാം. അങ്ങനെയുള്ള മണിക്കൂറുകളാണ് വരാൻ പോകുന്നത്. ജനൻ ഡിബേറ്റ് ഇവിടെ പൂർത്തിയാകുകയാണ്. ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും പ്രേക്ഷകർക്കും വളരെയധികം നന്ദി. നമസ്കാരം.